Hi all, welcome back to Xylem Learning. It's me, Shahid Ramzan. പ്രിയപ്പെട്ട മക്കളെ, കുറച്ച് നേരമായില്ലേ വെയിറ്റ് ചെയ്യുന്ന, ഏകദേശം ഒരു 3 മിനിറ്റ് നമ്മൾ ലേറ്റ് ആണ് എങ്കിലും നമ്മൾ പറയുകയാണ്. ആദ്യം തന്നെ സോറി പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങളുടെ പബ്ലിക് എക്സാമുകളൊക്കെ വരാനായിട്ടുണ്ടല്ലേ? ആർക്കെങ്കിലും അറിയോ അതിനെ പറ്റിയൊക്കെ? എന്തെങ്കിലും ബോധമുണ്ടോ? ഈ കൂട്ടത്തിൽ എക്സാമുകളെ പറ്റി പേടിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? എക്സാം എന്താണെന്നും എക്സാമിനെ പറ്റി പേടിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്ന് തുടങ്ങാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോൾ സ്റ്റേറ്റ് കുട്ടിയൊക്കെ എക്സാമുകളുടെ പൂരമായിരുന്നു, ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ടു അല്ലേ? അപ്പോൾ ഇനി നിങ്ങളുടെ ഊഴമാണ്. ഇനി 10th CBSE ക്ലാസ്സുകളിലേക്ക് സൈലം ഇതാ ഇറങ്ങാൻ പോവുകയാണ് നന്നായിട്ട്. സോ മക്കളെ, നിങ്ങൾക്കുള്ള പ്ലാനുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നമ്മൾ വരുന്നതാണ്. ഡോണ്ട് വെറി. നിങ്ങളുടെ പബ്ലിക് എക്സാമിന് അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് വാങ്ങാൻ പറ്റുന്ന എല്ലാവിധ കാര്യങ്ങളും അടങ്ങിയുള്ള ഒരു സ്റ്റഡി പ്ലാനും അതോടൊപ്പം ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുക, വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് തുടങ്ങാം. റെഡി ആണെങ്കിൽ ഒരു ഫയർ ഇമോജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്മൈലി ഇട്ടിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രി ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം അപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രിയിൽ എത്രത്തോളം സിമ്പിളാണ്, എത്രത്തോളം ടഫാണെന്നൊക്കെ അറിയാം. പേടിയുണ്ടല്ലേ? പേടിയോ? വാട്ട് ഈസ് ദാറ്റ്? ഫിയർ അല്ലേ? അദ്വൈത്, ഫിയർ ഉണ്ടോ? അതെ, ഞാൻ അങ്ങനെ ഒരു പുച്ഛിച്ചതായിരിക്കില്ലേ? പേടിയോ? എനിക്കൊന്ന് തോറ്റ് കൈ കിട്ടുന്ന മാർക്ക് കിട്ടുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. യെസ്. അപ്പം ഷെയർ ചെയ്യാത്ത ആളുകളൊക്കെ വേഗം വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും ഒരു സ്റ്റാറ്റസ് ഇട്ട് വേഗം തിരിച്ചു വരിക. ലൈക്ക് ചെയ്യാത്ത ആളുകൾ ലൈക്ക് ചെയ്യുക. നമ്മൾ ക്ലാസ് തുടങ്ങാൻ പോവാണ്. ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ സന്തോഷമായി. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ആദ്യം തന്നെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കട്ടെ. 2 മെത്തേഡ് ഉണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യാനും മാക്സിമം 10 മിനിറ്റ് മാത്രം ഉപയോഗിക്കുന്ന ഒരു മെത്തേഡും ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു 15 മിനിറ്റ് വരെ, ഒരു 15 മിനിറ്റ് വരെ ആസ് യൂഷ്വൽ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് 2 മിനിറ്റ് കൊണ്ടൊക്കെ കിട്ടും, അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് കിട്ടും. അത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 5 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ 5 മിനിറ്റ് കൊണ്ടൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ എനിക്കറിയില്ല. ബട്ട് ഫൂഫുലേ നെയിംലെസ്. ഓക്കെ, ബട്ട് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞാൽ എനിക്ക് 2 മെത്തേഡ് ഉണ്ട്. ഞാൻ 2 മെത്തേഡും പഠിപ്പിക്കണോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുള്ള മെത്തേഡ് മാത്രം പഠിപ്പിച്ചാൽ മതി? അതാണ് എനിക്ക് അറിയേണ്ടത്. ടെക്സ്റ്റ് ബുക്കുള്ള മെത്തേഡ് മാത്രം പഠിപ്പിച്ചാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ എ എന്നും, ഇനി അല്ല എൻ്റെ ഒരു മെത്തേഡും കൂടി ഉണ്ട്, 30:60:90 എന്ന് പറയുന്ന ആ ഒരു ട്രയാങ്കിൾ റേഷ്യോ വെച്ചിട്ട് ആൻസർ ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടി ഉണ്ട്. അത് പറയണമെങ്കിൽ അത് മാത്രം മതിയെങ്കിൽ ബി എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി അതല്ല 2 കൂടി വേണമെങ്കിൽ AB എന്ന് ടൈപ്പ് ചെയ്യാം. നോക്കട്ടെ ഏത് വേണ്ടെന്നുള്ളത് കേട്ടോ. അപ്പോൾ 2 വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ സിമ്പിളായിട്ട് ആദ്യം എന്താണ് കാര്യം പറഞ്ഞുതരാം. ഒരു കുട്ടി അല്ലേ, ഒരു സ്റ്റുഡൻറ്റ് തൊട്ട് മുന്നിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗം, ഇതാണ് തൊട്ട് മുന്ന്. ഓക്കെ, ഇതൊരു കുട്ടിയാണ്. കുട്ടിയുടെ ഹൈറ്റ് തന്നിട്ടുണ്ടാവും. ഇതൊരു കുട്ടിയാണ്, ഇതൊരു സ്റ്റുഡൻ്റാണ്, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ ഒരു കുട്ടി. ആ ഒരു കുട്ടി നേരെ നോക്കുന്ന, അതായത് സ്ട്രെയിറ്റ് വ്യൂ ആണ് ഈ കാണുന്നത്. സ്ട്രെയിറ്റ് വ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതെന്താണ്? സ്ട്രെയിറ്റ് വ്യൂ ആണ്, നേരെ നോക്കുന്ന വ്യൂ ആണ് സ്ട്രെയിറ്റ് വ്യൂ. ഓക്കെ, ആ കുട്ടി ജസ്റ്റ് കുത്തനെ മേലോട്ടാക്കുക അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ആളുടെ കഴുത്തൊന്ന് നേരെ മേലോട്ട് ആക്കുന്ന സമയത്ത് ആ കുട്ടി കാണുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് വിളിക്കുക. കഴുത്ത് എന്താക്കുക? നേരെ നോക്കുന്നിടത്തുനിന്ന് മേലോട്ട് പോകുമ്പോൾ അതിനാണ് ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് വിളിക്കുക. ആംഗിൾ ഓഫ് എലവേഷൻ എലിവേഷൻ അല്ല, എലവേഷൻ. ഓക്കെ, ആ കുട്ടി അതേ പൊസിഷനിൽ നിന്നും താഴോട്ട് നോക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇത് രണ്ടും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. 2 ടോപ്പിക്കിൽ നിന്ന് എന്താക്കാറുണ്ട്? എക്സാമിന് ചോദ്യം വരാറുണ്ട്. എന്നാൽ ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ നിന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഐഡിയ മനസ്സിലോർത്ത് വെക്കുക കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഇതൊരു ബിൽഡിംഗ് ആണ്, ഇതൊരു ടവർ. ഓക്കെ, ഒരു ബിൽഡിംഗ്, ഇതൊരു ടവർ. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും ശ്രദ്ധിക്കണേ മക്കളെ, ഈ ടവറിൻ്റെ മുകളിൽ നിന്നും, ഇതാണ് ടവർ. ഈ ടവറിൻ്റെ മുകളിൽ നിന്നും ഒരാൾ ആ ബിൽഡിങ്ങിൻ്റെ അടിഭാഗം 60 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ കാണുന്നു എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കണേ മക്കളെ, ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും ഈ ടവറിൻ്റെ മുകളിൽ നിന്നും ഈ കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ അടിഭാഗം 60 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ നോക്കുന്നു എന്ന് പറഞ്ഞാൽ മക്കളെ ഇത്രേ ഉള്ളൂ ആലോചിക്കേണ്ടത്. ഇതാണ് ആ കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂ. താഴോട്ട് നോക്കുക പറഞ്ഞാൽ ഇങ്ങനെയുള്ള കഴുത്ത് എന്താ ഇങ്ങോട്ട് പോകണം, താഴോട്ട് പോകണം. ഇതാണ് ഡിപ്രഷൻ. പക്ഷേ നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ഈ ഒരു ആംഗിൾ അല്ല നമുക്ക് എടുക്കേണ്ടത്. ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾ അല്ലേ, Z ആംഗിൾ. ഈ ആംഗിളാണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. അതായത് ഈ കാണുന്ന ആംഗിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ആൻസർ ചെയ്തേണ്ടത്. ഈ കാണുന്ന ഈ ആംഗിൾ അല്ല, ആ സെയിം ആംഗിൾ ഇവിടെ വരും. ഇത് വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുണ്ടാവുക. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം മക്കളെ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെങ്കിൽ, ഞാൻ പറഞ്ഞത് ഐഡിയ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം. ഇതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബാക്കി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും.
ഓക്കെ അല്ലേ? ഒരു ഓക്കെ ഇട്ടേ മക്കളെ. ഓക്കെ ഓക്കെ. എടാ എൻ്റെ പേരറിയാത്ത ആളുകൾ, എൻ്റെ പേര് ഷാഹിദ് റംസാൻ എന്നാട്ടോ. പേരറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ, ഫുഫു സാർ എന്നൊക്കെ കുറേ ആൾക്കാർ വിളിക്കെങ്കിലും എൻ്റെ പേര് എന്ന് പറയുന്നത് ദിസ് ഈസ് മൈ നെയിം. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യങ്ങളിലേക്ക് എടുക്കണം. ഓക്കെ സെറ്റ് ഫുഫു. ഓക്കെ ഓക്കെ, നമ്മൾ ചോദ്യങ്ങളിലേക്ക് എടുക്കുകയാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. ഇനി ഞാൻ അതിൻ്റെ മുമ്പ് ചോദ്യങ്ങൾക്ക് എടുക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരാം. അത് എൻ്റെ മെത്തേഡ് കേട്ടോ, എൻ്റെ മെത്തേഡാണ്. അതാകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. 30:60:90, അതുപോലെ തന്നെ 45:45:90. ഈ 2 ടൈപ്പാണ് ക്വസ്റ്റ്യൻ വരിക. മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 45:45:90 30:60:90 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ 30:60:90 ആണെങ്കിൽ ഓപ്പോസിറ്റ് ഓഫ് 30 is 1, ഓപ്പോസിറ്റ് ഓഫ് 60 is √3 ആൻഡ് ഓപ്പോസിറ്റ് ഓഫ് 90 is 2. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. സിമിലർലി 45:45:90 ആണെങ്കിൽ ദ ആൻസർ ഈസ് വെരി സിമ്പിൾ, 1:1:√2. ഈ 2 കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർ ഹലോ ഷാഹിദ് റംസാൻ കൂക്കി, ഞാൻ കോഴിന്ന് ആദ്യം വായിക്കാൻ വിചാരിച്ചു. ഓക്കെ കൂക്കി, ഇത് രണ്ടും അറിയാവുന്ന ആൾക്കാർ ഒരു റെഡ് ഹാർട്ട് ഇടാൻ പറ്റുമോ? റെഡ് ഹാർട്ട്. സാർ ഈ സ്റ്റെപ്പ് എഴുതിയാൽ മാർക്ക് കിട്ടുമെന്ന് വെച്ചാൽ മാർക്ക് കിട്ടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ നിങ്ങളുടെ ടീച്ചേഴ്സിനോടൊന്ന് ചോദിച്ച് നോക്കുക കേട്ടോ. യെസ്, നിങ്ങളുടെ ടീച്ചേഴ്സിനോട്. ഞാനിതുവരെ CBSEയുടെ വാല്യൂഷന് പോയിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ടീച്ചേഴ്സിനോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. സഫ്ന ഷഫി കുഴപ്പമില്ല, ഞാൻ മനസ്സിലായിട്ടുണ്ടോ 1:1:√2 ഓക്കെ ഓക്കെ അല്ലേ മക്കളെ? സോ ശ്രദ്ധിച്ചോളൂ, ഇതിൽ ടഫുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന 30 ഓപ്പോസിറ്റ് ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും 90 ഓപ്പോസിറ്റ് ഉണ്ടാവുക. 2ൻ്റെ ഡബിൾ 4 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 × √3, ഇവിടെ ഇപ്പോൾ 3 × √3 ആണെങ്കിൽ ഇവിടെ 3, ഇവിടെ അതിൻ്റെ ഡബിൾ 6 ആണ്. ഓക്കെ, അതേപോലെ തന്നെ 30:60:90 നമ്മളിപ്പോൾ ചെയ്തെന്താണ്, 30 ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ അതിൻ്റെ ഡബിൾ 2, 30 ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ അതിൻ്റെ ഡബിൾ 6, ഇവിടെ 2√3 ആണെങ്കിൽ ഇവിടെ 2, ഇവിടെ അതിൻ്റെ ഡബിൾ 4. അപ്പോൾ ഞാൻ ഇവിടെ ഒന്നുകൂടി കാണിച്ചു തരാണ്. ഇവിടെ ഇപ്പോൾ 5√3 ആണെങ്കിൽ ഈ 2 സ്ഥലത്തും എന്ത് വരും എന്ന് അറിയാൻ നോക്കാൻ കമൻറ്റ് ചെയ്തേ. ഇവിടെ 30 ഓപ്പോസിറ്റ് എന്ത് വരും, 90 ഓപ്പോസിറ്റ് എന്ത് വരും, ഒന്ന് കമൻറ്റ് ചെയ്തേ. യെസ്, ഞാൻ പൊതുവെ മനസ്സിലാക്കുന്നത് CBSEയിൽ കോഴിക്കുട്ടികളില്ല എന്നാണ്. അതുകൊണ്ട് കോഴിമക്കൾ ദയവ് ചെയ്ത് മാറി നിൽക്കുക കേട്ടോ. രാത്രി ആയിട്ടുണ്ട്, ബാങ്കൊക്കെ കൊടുത്തു. ഇനി ഇവിടെ നിൽക്കുകയാണെങ്കിൽ കുറുക്കം കൊണ്ടുപോകും. ഓക്കെ, മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇവിടെ 5√3 ആണെങ്കിൽ 30 ഓപ്പോസിറ്റ് എന്താണ്, 5 ആണ്. അതിൻ്റെ ഡബിളാണ് 10 വരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? എന്നാൽ ഇതിൻ്റെ ഒരു ടഫ് വേർഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഇപ്പോൾ 5√3 വരെ ഇവിടെ വെറും 6 എന്ന് മാത്രമാണ് തന്നതെങ്കിൽ, അല്ലെങ്കിൽ 5 എന്ന് മാത്രമാണ് തന്നതെങ്കിൽ √3 അവിടെ ഇല്ല. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ട്രിക്കാണ്. ബാക്കി 2 സ്ഥലത്തും എന്ത് കൊടുക്കുക, ഡിനോമിനേറ്റർ √3 കൊടുക്കുക. അത് 60 ഓപ്പോസിറ്റ് √3 ഇല്ല എങ്കിൽ അത് സാധാരണ x√3 2x അത് വെച്ച് ചെയ്യാം കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ x√3 2x ആണ് തന്നതെങ്കിൽ അല്ലേ, 1:√3:2. 60 ഓപ്പോസിറ്റ് x√3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5. സോ x is equal to 5/√3 ആണ്. ഇതാണ് മെത്തേഡ്. അപ്പം 5 ഇട്ട് കൊടുക്കുക, ഇവിടെ അതിൻ്റെ ഡബിളും. ഇതാണ് അതിൻ്റെ ഈസി സ്റ്റെപ്പ്. ഓക്കെ, 5/√3 5 10/√3 ഇത് ട്രിക്കാണ്. അതേസമയത്ത് നിങ്ങൾ ആസ് യൂഷ്വൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ 2x പറഞ്ഞാൽ 2 × 5/√3 ദാറ്റ് ഈസ് 10/√3. അതാണ് ഇതിൻ്റെ ആസ് യൂഷ്വൽ സ്റ്റെപ്പ്. സെയിം ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ 30 ഓപ്പോസിറ്റ് 5√3 ആണ് വന്നതെങ്കിൽ 60 ഓപ്പോസിറ്റ് 5√3 × √3 വരും. അതായത് ഇവിടെ ഏതാണോ നമ്പർ അത് × √3 ആണ് ഇവിടെ വരിക. 5/√3 ആണെങ്കിൽ × √3 കട്ടായി 5 വന്നു. അപ്പോൾ 5√3 ആണെങ്കിൽ 5√3 × √3 ഇവിടെ 10√3. ഇതേ ഇതിൻ്റെ മാക്സിമം കേട്ടോ. ഈ ടൈപ്പിലെ ക്വസ്റ്റ്യൻ വരുള്ളൂ, അതിലപ്പുറം ഒരു ക്വസ്റ്റ്യൻ വരില്ല കേട്ടോ. അപ്പം 5 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 15 വരും. ഇവിടെ 10. ഇതാണ് ഇതിൻ്റെ മാക്സിമം. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ മാക്സിമം, ഈ അപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ഏറ്റവും ലെവൽ കൂടിയൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു സാധനം തന്നെയാണ് ഞാൻ പറയുന്ന മെത്തേഡിൽ. മറ്റേ സൈനിക് കോസ് ടാൻ അത് യൂസ് ചെയ്ത ആൻസർ ആയി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. സിമിലർലി യു ക്യാൻ ഫൈൻഡ് 45:45:90. ഇഫ് ഇറ്റ് ഈസ് 2 ദിസ് ഈസ് 2 ദിസ് ഈസ് 2√2. ഇഫ് ഇറ്റ് ഈസ് 4√2 ദിസ് ഈസ് 4 ദിസ് ഈസ് 4. If it is 5 this is 5/√2 and this is also 5/√2. 45:45:90 ഇത് 3 സെയിം ആണ്. ഓക്കെ, ഇതിലാകുമ്പോൾ ഇതിൻ്റെ ഡബിളാണ് ഇവിടെ വരിക, ഇതിൻ്റെ ഡബിളാണ് ഇവിടെ വരിക, ഇതിൻ്റെ ഡബിളാണ് ഇവിടെ വരിക. ഇവിടെ 5/5√3 ഉണ്ടെങ്കിൽ ഇവിടെ 5. ഓക്കെ, തുടങ്ങാം. ഇഫ് യു ആർ റെഡി പ്ലീസ് സേ യെസ്. ഓക്കെ മക്കളെ, ഏറ്റവും ആദ്യത്തെ ചോദ്യം ഞാൻ കാണിച്ചു തരാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം പല ചോദ്യങ്ങളും നിങ്ങൾക്ക് ചിത്രം കാണാൻ പറ്റണമെന്നില്ല, പക്ഷേ ചിത്രം നിങ്ങൾ വരക്കണം, എന്നാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. If the angle of depression of an object, angle of depression ആണ്, from a 75 meter high tower, ഒരു 75 മീറ്റർ ഹൈറ്റുള്ള ഒരു ടവറിൻ്റെ മുകളിൽ നിന്നും
ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇത് സ്ട്രൈറ്റ് വ്യൂ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ 30 ഡിഗ്രിയാണ്. ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. ദെൻ ദ ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഫ്രം ദി ടവർ, ഇതാണ് ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിൽ നിന്ന് ഈ ടവറിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് ക്വസ്റ്റ്യൻ. ഇഫ് ഇറ്റ് ഈസ് 30, ദിസ് ഈസ് ഓൾസോ 30. യു ക്യാൻ അപ്ലൈ 30:60:90. വാട്ട് ഈസ് ദ ആൻസർ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അതേ സമയത്ത് നിങ്ങൾ ആസ് യൂഷ്വൽ ടെക്സ്റ്റ് ബുക്കുള്ള മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾ എന്താ യൂസ് ചെയ്യുക? സിംപ്ലി ടാൻ യൂസ് ചെയ്യും. ബോത്ത് ആർ സെയിം. ഇതാണ് രണ്ട് മെത്തേഡ്. ഞാൻ പറഞ്ഞ മെത്തേഡ് 30:60:90 ആണ്. ടെക്സ്റ്റ് ബുക്കുള്ള മെത്തേഡ് ടാൻ 30 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ പറയടാ. ഓപ്പോസിറ്റ് ഓഫ് 30 is given, that is equal to 75. So what is opposite of 60? Please say. Hi Hima. Hello Hima. Shera Nidesh. Okay. ഇതിൻ്റെ ആൻസർ എത്ര ആണെന്ന് കമൻറ്റ് ചെയ്തേ. എത്രയാണ്? ഓപ്പോസിറ്റ് ഓഫ് 30 75, ദെൻ ഓപ്പോസിറ്റ് ഓഫ് 60 75√3. ആൻസർ ആയി. അതേ സമയത്ത് നിങ്ങളിത് ടെക്സ്റ്റ് ബുക്കുള്ള മെത്തേഡ് ചെയ്യുന്ന സമയത്ത് ടാൻ 30 യൂസ് ചെയ്യുക. ടാൻ 30 is equal to opposite by adjacent, OT. So you have to find OT, that is equal to 75 divided by tan 30, that is 1/√3. So √3 മേലോട്ട് by 75√3. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ചെയ്യണം. അതിലും നല്ലത് ഏറ്റവും സിമ്പിൾ 30:60 അറിയാമെങ്കിൽ വിതിൻ സെക്കൻഡ് യു ക്യാൻ ഫൈൻഡ് ദ ആൻസർ. ഓക്കെ ആണെങ്കിൽ ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്മൈലിട്ടെ മക്കളെ, ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്മൈലിട്ടെ. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നും സ്റ്റെപ്പ് പോലും ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താക്കാം, ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? ആ സുരേഷ് ദേവ് നിൽക്കാനുള്ള കാരണം ശ്രീദേവ് അല്ലേ, എന്താ കാരണം എനിക്കറിയില്ല. ഓക്കെ, സോ മക്കളെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണോ എന്ന് വെച്ചാൽ അല്ല, അല്ലെന്ന് വെച്ചാൽ ആണ്. ഇഫ് ദ ഹൈറ്റ് ആൻഡ് ലെങ്ത് ഓഫ് ദി ഷാഡോ ഓഫ് എ മാൻ ആർ ഈക്വൽ. ഒരു ആളുണ്ട്, ഇയാളുടെ ഷാഡോയും ഇയാളുടെ ഹൈറ്റും ഈക്വൽ ആണ്. ഇയാളുടെ ഈ ഷാഡോയും ഇയാളുടെ ഹൈറ്റും ഈക്വൽ ആണ്. സോ സിംപ്ലി ദിസ് ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഇതെന്താണ്? ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഏത് ആംഗിളാടാ? 90 എന്തായാലും വരില്ല ട്രയാങ്കിൾ. രണ്ട് ആംഗിൾ 90 വരില്ല, രണ്ട് ആംഗിൾ 120 വരില്ല, രണ്ടാൾ 60 വരില്ല. സോ സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് 45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ടൈപ്പിലും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ മോനെ എന്താ ശരി. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചിത്രം വരയ്ക്കാൻ പറ്റുമോ? ജസ്റ്റ് ഡ്രോ എ ഫിഗർ. അല്ല 72 ആയി, ഒരു 100 എത്താൻ വെറും 38 ആൾക്കാരോട് മതി കേട്ടോ. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്കും പറ്റും പൊന്നാര മക്കളെ. പറ, നിങ്ങൾക്ക് ഏത് ജില്ലക്കാരാടാ? CBSE കുട്ടികളായതുകൊണ്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ ചളികളും കാര്യങ്ങളൊന്നും അത്ര പിടിക്കില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് മാക്സിമം കോണ്ടന്റിൽ ഫോക്കസ് ചെയ്യാം. എ ട്രീ ക്യാഷ് ഷാഡോ 50 മീറ്റർ ലോങ് ഓൺ ദി ലെവൽ ഓഫ് ദി ഗ്രൗണ്ട്. ഒരു ട്രീ ഉണ്ട്, അതിൻ്റെ ഷാഡോ എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. വെൻ ദ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദി സൺ ഈസ് 45 ഡിഗ്രി. ഇവിടെ ഒരു സൂര്യനുണ്ട്, അതിൻ്റെ ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ് എങ്കിൽ, അതായത് ആളിൽ നിന്നും അയാൾക്കുള്ള ആംഗിൾ 45 ഡിഗ്രി ആണ് എങ്കിൽ ദ ഹൈറ്റ് ഓഫ് ട്രീ ഈസ് സിംപ്ലി 45:90. ഞങ്ങൾക്ക് ചളിയാണല്ലേ മെയിൻ. ഓക്കേടാ. അയ്യേ ഞങ്ങൾ ഫുള്ള് ചളി അയ്യേ പറയിപ്പിച്ച്. ഞാൻ വെച്ചാൽ കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ ഉള്ള ആൾക്കാരാണ്. അങ്ങനെയൊന്നുമില്ല അല്ലേ സാർ? ചളി മുഖ്യം പിക്കില്ലെന്നല്ലേ. ഞങ്ങൾക്ക് നല്ലൊരു പേര് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വിളിക്കുന്ന നല്ലൊരു പേര് കൊടുക്കാം, അപ്പു എന്നോ അമ്മു എന്നോ. സോ 45:90. 45:90 ആണെങ്കിൽ ഈസി ആയിട്ട് ആൻസർ കിട്ടും. അല്ലെങ്കിൽ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. സോ 45 ഓപ്പോസിറ്റ് 50 ആണെങ്കിൽ ഈ 45 ഓപ്പോസിറ്റ് 50 ആണ്. സോ ദ ആൻസർ ഈസ് 50 മീറ്റർ. സിമ്പിൾ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. എങ്കിൽ ഈ കാണുന്ന ചോദ്യത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മക്കളെ. ഇൻ ദ ഗിവൺ ഫിഗർ ദ പൊസിഷൻ ഓഫ് ദി ഒബ്സർവർ ആൻഡ് ദി ഒബ്ജക്റ്റ് ആർ മെൻഷൻഡ്. ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഈസ്. ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്ര? ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ടോപ്പിക് ഓർമ്മയുള്ള ആളുകൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഈ കാണുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടും. വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ? ഒബ്സർവർ അവിടെ ഉണ്ട്. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താ എന്ന് പറഞ്ഞാൽ, സാർ ഞങ്ങൾക്ക് 2 വേർഷൻസ് ഉണ്ടല്ലേ, ഒന്ന് അപ്ഡേറ്റഡ് വേർഷനും ഒന്ന് ലോക്കൽ വേർഷനും ആയിരിക്കും അല്ലേ. ഓക്കെ, എന്തായാലും കൊള്ളാം. ലക്ഷദ്വീപ്, ഹായ് മുഹമ്മദ് യാസിൻ. മലപ്പുറം, കോട്ടയം. യെസ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് സിമ്പിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞു തന്നു. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. സോ ഇതാണ് നിങ്ങൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാം, ഇത് 90 ഡിഗ്രി ആണ്. ഓൾറെഡി ദിസ് 30 ഈസ് ഗിവൺ. സോ ദിസ് ഈസ് 60. സിമ്പിളല്ലേ? ഞാൻ പറയണമെന്നില്ലല്ലോ. അപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ആൻസർ ഈസി ആയിട്ട് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഇതിലൊന്നും തന്നിട്ടില്ലല്ലോ. ഇഫ് ദ ആംഗിൾസ് ഓഫ് എലവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ടവർ ഫ്രം 2 points ഡിസ്റ്റൻസ് അറ്റ് എ and B from its foot and in the same straight line from its respectively 30 degrees 60. Find the height of the tower. അത് എന്ത് ക്വസ്റ്റ്യൻ ആടാ? The angles of elevation of the top of a tower from 2 points distance A and B. അതിൽ A ആണ് വലുത്,
ആണെങ്കിൽ ഒരു സൈഡിൽ തന്നെ വരയ്ക്കാം, ഇനി അല്ലെ രണ്ട് സൈഡിൽ വരയ്ക്കാം. foot and in the same straight line ആണ് 30 degree and 60 degree. This is 60 degree, this is 30 degree. A എന്ന് പറയുന്നത് വലുതാണ്, സോറി ഇത് റെസ്പെക്റ്റീവ്ലി. ദെൻ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ. ഇതിൻ്റെ ഹൈറ്റ് കാണാനാണ്. ഇത് പ്രത്യേകിച്ച് വേറൊന്നും തന്നിട്ടില്ലല്ലോ. ദെൻ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ. ഇത് ആംഗിൾസ് ഓഫ് എലവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ടവർ ഫ്രം 2 points distant A and B from its foot and in the same straight line from it respectively 30 degree and 60 degree. Then find the height. എന്തോ ഒരു സംതിങ് ഫിഷ് ഉണ്ട്, ഏതോ ഒരു അളവ് തരാത്തതുണ്ട് കേട്ടോ. നമുക്ക് തൽക്കാലത്തേക്ക് ഈ ക്വസ്റ്റ്യൻ എന്താക്കാം, സ്കിപ്പ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ജനറലായിട്ടൊക്കെ ചെയ്യാം. അല്ലേ വേണ്ട, ശ്രദ്ധിച്ചോ. അതായത് ഇങ്ങനെ തരാമല്ലോ അല്ലേ. ഇതിൽ എയുടെ ലെങ്ത്ത് പറഞ്ഞാൽ വലുതാണല്ലോ അല്ലേ. എയുടെ ലെങ്ത്ത് വലുതാണ്, ഇതാണ് ബിയുടെ ലെങ്ത്ത്. ഓക്കെ. ഇഫ് ദ ആംഗിൾസ് ഓഫ് എലവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ടവർ ഫ്രം 2 points ഡിസ്റ്റൻസ് എ ആൻഡ് ബി. 2 പോയിന്റുകളുണ്ട്, 2 points ഡിസ്റ്റൻസ് എ ആൻഡ് ബി. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് എയും ബി ആണ്. അതിൽ എ ആണ് വലുത്. ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എയും ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ബിയുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എത്ര? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മക്കളെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എത്ര? നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ടാൻ യൂസ് ചെയ്യാം. ടാൻ യൂസ് ചെയ്യാൻ എന്ത് കിട്ടും? ടാൻ 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് അല്ലേ. സൊഗാട്ടോ ടാൻ എന്ന് പറഞ്ഞാൽ ടാൻ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് h/b. സോ h ഈസ് ഈക്വൽ ടു ടാൻ 60 ആണ് √3 √3 × b വരും. ഇതാണ് ഹൈറ്റ്. എന്നാൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ടാൻ 30 വെച്ചിട്ടും ചെയ്യാം. സോ ടാൻ 30 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ദാറ്റ് ഈസ് a/√3 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റ്. ഇത് രണ്ടും സെയിം ആണ്. ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 1 ഇത് രണ്ടും എന്താണ്? സെയിം ആണ്. സോ വി ക്യാൻ കമ്പയർ 1 = 2. ക്ലിയർലി വി ക്യാൻ സേ ദാറ്റ് √3 times b ഈക്വൽ ടു a/√3. സോ അതിൽ നിങ്ങൾ എന്ത് കിട്ടും? √3 × √3 3b ഈക്വൽ ടു a എന്ന് കിട്ടും. 3b ഈക്വൽ ടു a എന്ന് പറയുന്നത് 3b ആണ്. സോ അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, ഇവിടെ ചെയ്യാം. a എന്ന് പറയുന്നത് അവിടെ ചെയ്യാം അല്ലേ. a എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3b ആണ്. സോ ആൻസർ ഈസ് h ഈസ് ഈക്വൽ ടു √3b അല്ലേ. b ഈസ് ഈക്വൽ ടു a/3. അല്ലേ, 3 ചെയ്താൽ മതി. ഇതന്നെ 3b ഈക്വൽ ടു a. നമ്മൾ ചോദിച്ചാൽ ഹൈറ്റ് അല്ലേ. ഹൈറ്റ് ഈസ് ഈക്വൽ ടു a/√3. സംതിങ് ഫിഷി. ഓക്കെ അല്ലേ. എത്ര ചെയ്താൽ മതി. ടാൻ ആവൂലാന്നോ? ടാൻ ആവൂട്ടോ. നിങ്ങൾ എന്ത് ഫാസ്റ്റ് എനിക്ക് എഴുതാൻ കിട്ടില്ല. എടാ നിങ്ങളിപ്പോൾ എഴുതണ്ട കേട്ടോ. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ എന്താക്കുക, കേൾക്കുക, എഴുതണ്ട കേട്ടോ. നിങ്ങളിപ്പോൾ എഴുതണ്ട. നിങ്ങൾ സ്ലോ ആയിട്ട് കേട്ടിട്ട് നന്നായിട്ട് മനസ്സിലാക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഒന്ന് പറയാം കേട്ടോ. അത്രേ വേണ്ടിയുള്ളൂ. ഓക്കെ. ഇനി ഞാൻ കുറച്ചൊരു വെറൈറ്റി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാൻ പോവാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാൻ പോവാണ്. അതിൻ്റെ മുമ്പേ ഒരു 1 വേർഡ് ക്വസ്റ്റ്യനും കൂടി തരികയാണ്. യെസ്, ഒന്ന് മക്കളെ പറഞ്ഞിട്ട് മക്കളെ ഈ കാണുന്ന ചോദ്യത്തിന് ഉത്തരം ഒന്ന് പറയാൻ പറ്റുമോ? ദ ഡാഷ് ഓഫ് ആൻ ഒബ്ജക്റ്റ് വ്യൂഡ് ഈസ് ദ ആംഗിൾ ഫോംഡ് ബൈ ദ ലൈൻ ഓഫ് സൈറ്റ് with the horizontal when it is above the horizontal level. That is the case when the rise or head. നമ്മൾ ഹെഡ് റൈസ് ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടി ഹെഡ് റൈസ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മേലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ ഓഫ് എലവേഷൻ. ദ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വ്യൂഡ് കേട്ടോ. ഓക്കെ. സോ ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാണ്ട് 1 വേർഡ് ഉണ്ട്, 2 മാർക്ക് ഉണ്ട്, 4 മാർക്ക് ഉണ്ട്, 5 മാർക്ക് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. സോ ഫ്രം ദി ടോപ്പ് ഓഫ് എ ലൈറ്റ് ഹൗസ്. നിങ്ങൾ ചിത്രം വരയ്ക്കണേ. ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്താക്കാൻ പഠിക്കണം? ചിത്രം വരയ്ക്കാൻ പഠിക്കണം. സോ ജസ്റ്റ് ഡ്രോ എ റഫ് ഫിഗർ. 2015 ബോർഡ് ടേമിന് വന്ന ക്വസ്റ്റ്യനാണ്. ഫ്രം ദി ടോപ്പ് ഓഫ് എ ലൈറ്റ് ഹൗസ്. ഒരു ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് 40 മീറ്റർ എബോവ് ദി വാട്ടറിന് 40 മീറ്റർ മുകളിലായിട്ട് ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് എ സ്മോൾ ബോട്ട് ഈസ് 60 ഡിഗ്രി. ഫൈൻഡ് ഹൗ ഫാർ ദ ബോട്ട് ഈസ് ഫ്രം ദി ബേസ് ഓഫ് ദി ലൈറ്റ് ഹൗസ്. ഇതൊരു ലൈറ്റ് ഹൗസ്. പണ്ട് എടുത്തിട്ടുണ്ട്. ലൈറ്റ് ഹൗസ് ഒക്കെ കണ്ടാൽ വേഗം വലിയ ചിത്രം വരയ്ക്കണം, സമയം കളയരുത് കേട്ടോ. ഇതൊരു ലൈറ്റ് ഹൗസ് ആണ്. ആ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് കടലിൽ നിന്ന് 40 മീറ്റർ അകലെയാണ്, മുകളിലാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് മക്കളെ ശ്രദ്ധിക്കണേ, ഇതിൻ്റെ ഹൈറ്റ് തന്നാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒബ്സർവേർഡ് ഹൈറ്റ് തന്നാൽ നിങ്ങൾ എന്താക്കണം, ആ ഹൈറ്റ് വരക്കണം.
അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡ്രോ എ പോയിൻറ്റ്. ഓക്കെ, ഇവിടെ ഒരു ഒബ്സർവറുടെ 1.5 മീറ്റർ ഹൈറ്റുള്ള ഒരു ഒബ്സർവർ ആണെങ്കിൽ നിങ്ങൾ അത് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, യെസ്, 40 മീറ്റർ ഹൈ ആൻഡ് ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഈസ് 60 ഡിഗ്രി അല്ലേ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഞാനൊരു ആംഗിൾ എഴുതാം, ABC. ചോദ്യത്തിലേ ഉള്ളൂ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ 60 ഡിഗ്രി ആണെങ്കിൽ ഞാൻ ഈ പേര് എഴുതിയതിൽ ഏത് ആംഗിളൊക്കെയാണ് 60 ഡിഗ്രി, ഏതൊക്കെ ആംഗിളാണ് 60 ഡിഗ്രി? ഈ കാണുന്ന പിക്ചറിൽ 2 ആംഗിളുകൾ എന്താണ് 60 ഡിഗ്രിയാണ് എങ്കിൽ ഈ കാണുന്ന ചിത്രത്തിൽ ഏതൊക്കെ ആംഗിളുകളാണ് ആ 60 ഡിഗ്രി ആയിട്ട് വന്നത്? അത് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? പറയൂ മക്കളെ. യെസ് 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 യെസ്, സിമ്പിളാണ് സിമ്പിളാണ് സിമ്പിളാണ്. യെസ് മക്കളെ പറയടാ. യെസ്, ഈ കാണുന്ന ഈ ആംഗിളാണ് എന്ത് എന്ന് പറയുന്നത്? ഈ കാണുന്ന ഈ ആംഗിൾ, ഏത് ആംഗിൾ ഇതാക്കണം? ഈ കാണുന്ന ഈ ആംഗിളാണ് 60 ഡിഗ്രി എന്ന് പറയുന്നത്. ഈ കാണുന്ന ഈ ആംഗിളാണ് 60 ഡിഗ്രി. സോ ദിസ് ഈസ് ഓൾസോ 60 ഡിഗ്രി. സോ യു ക്യാൻ യൂസ് 30:60:90. ഓപ്പോസിറ്റ് ഓഫ് 60 ഈസ് ഗിവൺ, ദാറ്റ് ഈസ് 40 മീറ്റർ. ദെൻ വാട്ട് ഈസ് ഓപ്പോസിറ്റ് ഓഫ് 30? വാട്ട് ഈസ് ഓപ്പോസിറ്റ് ഓഫ് 90? അങ്ങനെയാണ് നമ്മൾ ചോദിച്ചത്. ആ കുട്ടി അവിടെ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. മക്കളെ ഞാൻ പറഞ്ഞു 60ൻ്റെ ഓപ്പോസിറ്റ് √3 ഇല്ല എങ്കിൽ യു ക്യാൻ സിംപ്ലി യൂസ് √3. സോ ആൻസർ ഈസ് 40/√3. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക, 40/√3 ആൻഡ് ദിസ് ഈസ് 80/√3. ഇത് നമുക്ക് ആവശ്യമല്ല. ഓക്കെ, ഇതാണ് കേസ് 1. കേസ് 1 ആണ്, അല്ലെങ്കിൽ ഒരു മെത്തേഡ് 1. ഇനി മെത്തേഡ് 2 ആസ് യൂഷ്വൽ മെത്തേഡ്, ടെക്സ്റ്റ് ബുക്ക് മെത്തേഡാണ്. യു ക്യാൻ അപ്ലൈ tan 60. tan 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ AB. വി നോ ദാറ്റ് tan 60 ഈസ് √3. √3 ടൈംസ് AB ഈക്വൽ ടു 40. സോ AB ഈക്വൽ ടു 40/√3. ഇതാണ് ആസ് യൂഷ്വൽ മെത്തേഡ്. 2 ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം സെയിം ആണ്. ഏത് മെത്തേഡാണ് ഇഷ്ടപ്പെട്ടത്? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ഫസ്റ്റ് മെത്തേഡാണോ സെക്കൻഡ് മെത്തേഡാണോ? അത് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന്? ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ, ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത്. യെസ് 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 യെസ്, വരട്ടെ, പവർ വരട്ടെ, പവർ വരട്ടെ. എന്നിലെ റൂഹിലെ പകുതിയല്ലേ, എന്നിലെ നൂറായി നീ പിറന്നതല്ലേ. രണ്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടും അപ്ലൈ ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചിത്രം വരച്ച് നോക്കിയാൽ മക്കളെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പിക്ചർ വരക്കാനുള്ളതാണ്. മക്കളൊന്ന് കമൻറ്റ് ചെയ്തേ. ഈ ചിത്രം ഒന്ന് വരച്ചതിന് ശേഷം ഈ ഒരു ചിത്രം എത്ര പേർക്ക് കിട്ടി നോക്കട്ടെ. എ കൈറ്റ് ഈസ് ഫ്ലൈയിങ് അറ്റ് എ ഹൈറ്റ് ഓഫ് 90 മീറ്റർ. ഒരു കൈറ്റ് ഉണ്ട്, അത് 90 മീറ്റർ ഹൈയിലാണ് പറക്കുന്നത്. എബോവ് ദി ഗ്രൗണ്ട് ദ സ്ട്രിങ് അറ്റാച്ച്ഡ് ടു ദ കൈറ്റ് ഈസ് ടെമ്പററി ടൈഡ് ടു എ പോയിന്റ് ഓൺ ദി ഗ്രൗണ്ട്. ഗ്രൗണ്ടിൻ്റെ മുകളിൽ എന്താക്കിയിട്ടുണ്ട്? ഒരു പോയിന്റിൽ അതിൻ്റെ സ്ട്രിങ്, ഇതാണ് സ്ട്രിങ്, ടൈറ്റാക്കി കെട്ടിയിട്ടുണ്ട്. ദ ഇൻക്ലിനേഷൻ ഓഫ് ദി സ്ട്രിങ്. മക്കളെ ഇൻക്ലിനേഷൻ എന്താണെന്ന് അറിയാത്ത ആളുകൾ ആംഗിൾ ആണ് കേട്ടോ. ഇൻക്ലിനേഷൻ എന്താണെന്ന് അറിയാത്ത ആളുകൾ എന്ത് ചെയ്യുക? യെസ്, ആ ആംഗിൾ ആണ് കേട്ടോ ചെയ്യേണ്ടത്. ആംഗിൾ ഓഫ് എലവേഷൻ. ദ സ്ട്രിങ് വിത്ത് ഗ്രൗണ്ട് ഈ 60 ഡിഗ്രി. ഈ സ്ട്രിങ്ങും ഇതുണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി സ്ട്രിങ് അസ്യൂമിങ് ദാറ്റ് ദർ ഈസ് നോ സ്ലാക്ക് ഇൻ ദ സ്ട്രിങ്. അതായത് നമുക്ക് ഇതിൻ്റെ ഈ സ്ട്രക്ചർ ചെയ്ത് വെച്ച ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എത്രയാണ്? വളരെ സിമ്പിളാണ്. ഓപ്പോസിറ്റ് ഓഫ് 60 ഈസ് ഗിവൺ. Opposite of 60 is given. So you can find 30:60:90. So opposite of 60 is 90. Then opposite of 90 is, what is opposite of 90? So by√3. If it is 90, this is also 90. This is 180. So ഇതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്താം? 180/√3 എഴുതാം. Or you can use tan 60 is equal to opposite by AC. So AC is equal to 90/√3. Opposite of 60 അല്ലേ തന്നെ? Opposite of 60 is given 90. So this is, so AC എന്ന് പറഞ്ഞാൽ tan 60 is equal to, എടാ tan 60 അല്ല കേട്ടോ യൂസ് ചെയ്യേണ്ടത് മണ്ടൻ, നമുക്കിവിടെ ഹൈപ്പന്യൂസ് അല്ല യൂസ് ചെയ്യേണ്ടത്. സോ വി ക്യാൻ യൂസ് sin 60. sin 60 is equal to opposite. tan 60 is equal to opposite by hypotenuse. So sin 60 എന്നാൽ എത്ര? √3/2 is equal to 90/AC. So AC is equal to 2 into 90, 180. 180 divided by √3 ആണ്. സോ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് സൈൻ ആണ്, ടാൻ അല്ല. കാരണം വി ഹാവ് ടു ഫൈൻഡ് ദ ഹൈപ്പന്യൂസ് ഓഫ് ദി ട്രയാങ്കിൾ. ഓർ യു ക്യാൻ യൂസ് cos 30 also. You can use cos 30.
ഓൾസോ യു ക്യാൻ യൂസ് ദ കോസ്. ഓക്കെ, ബോത്ത് ആർ സെയിം ആൻസർ. കോസ് 30 ഉപയോഗിച്ച് എന്താക്കാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഇതാണ്. അപ്പോൾ ഈ മെത്തേഡ് വെച്ചാൽ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടും, ഈ മെത്തേഡ് വെച്ചാൽ ഈ ആൻസർ കിട്ടും. സോ ഫൈനൽ ആൻസർ ഈസ് 180/√3 into √3. So you can cut 180 and 3. So answer is 60/√3 കിട്ടും കേട്ടോ. 60/√3 ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് എഴുതാൻ പറ്റുക. ഇത് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 60/√3 കിട്ടും. ഓക്കെ ആണെങ്കിൽ ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്മൈൽ കിട്ടിയ മക്കളെ. മീസാനു ഔട്ട്ലെറ്റ് പരസ്യമായിരിക്കും അല്ലേ? 60/√3 വരും. ഡെഫിനറ്റ്ലി 60/√3 വരും കേട്ടോ. ഡെഫിനറ്റ്ലി 60/√3 വരും. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ, ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്മൈലി. ഓക്കെ, സംഗതി വളരെ സിമ്പിളാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ടഫുള്ളൊരു കാര്യമൊന്നുമല്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും കേട്ടോ. സോ അടുത്തൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റിലേക്ക് കിടക്കുകയാണ് മക്കളെ. ഈ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഒന്ന് ചിത്രം വരച്ച് നോക്കിയാൽ മക്കളെ, ഒന്ന് ചിത്രം വരച്ച് നോക്കി എന്താണ് ആൻസർ വരുന്നത് നോക്കിയാൽ മക്കളെ. ഹൈ എൻ്റെ മോനെ എന്താ ശരി. ദ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഫ്രം ദി ഫൂട്ട് ഓഫ് എ ടവർ ഈസ് 30 ഡിഗ്രി. നല്ല രസമുള്ള ക്വസ്റ്റ്യനാണ് സർ. ടഫ് ക്വസ്റ്റ്യൻ തരാമോ? നമ്മൾ റൂട്ട് കയറട്ടെ, ചാടി കയറല്ലേ കേട്ടോ. ടഫ് ക്വസ്റ്റ്യൻ തരാം കേട്ടോ. കട്ട് ചെയ്യുന്നത് മസ്റ്റ് ആണോ എന്ന് വെച്ചാൽ അല്ല, അല്ലെങ്കിൽ വെച്ചാണ്. മക്കളെ ശ്രദ്ധിക്കണേ. ദ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഫ്രം ദി ഫൂട്ട് ഓഫ് എ ടവർ. ഒരു ടവർ ഉണ്ട്. ആ ടവറിൻ്റെ ചുവട്ടിൽ നിന്നും, ഇതൊരു ടവറാണ്, ഇതൊരു ബിൽഡിംഗ് ആണ്. ഈ ടവറിൻ്റെ ചുവട്ടിൽ നിന്നും നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ നോക്കുന്ന ആംഗിൾ ഈസ് 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി. ഓക്കെ, ആൻഡ് ദി ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ടവർ ഫ്രം ദി ഫുട്ട് ഓഫ് ദി ബിൽഡിംഗ് ഈസ് 60 ഡിഗ്രി. ഇത് 60 ഡിഗ്രിയാണ്. If the tower is 15 meter, find the height of the building. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം മക്കളെ, ശ്രദ്ധിക്കാം. The angle of elevation of the top of a building from the foot of a tower is 30 degree. ഇത് 60 ഡിഗ്രി ആയതുകൊണ്ട് ഇത് ചെറുതാവും, ഇത് വലുതാവും. ഓക്കെ, കാരണം 60 ഡിഗ്രി ആണല്ലോ വലുതാവുക. 60ക്ക് ഓപ്പോസിറ്റ് അല്ലേ വലുതാവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്, നന്നായിട്ട് ശ്രദ്ധിക്കാം. ദ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഫ്രം ദി ഫൂട്ട് ഓഫ് എ ടവർ ഈസ് 30 ഡിഗ്രി. ഇതൊരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗം 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷനിൽ കാണുന്നു. There was a coincidence that when I opened, I saw a question which was on my maths exam, so I think I would have scored better mark. GK of divers എന്തോന്ന് പറയുന്നുണ്ട്. ഓക്കെ, സെറ്റ്. സർ, ഹൗ ഡു യു നോ വിച്ച് ഈസ് സ്മോളർ? ഇത്രേ ഉള്ളൂ സംഭവം. ഇപ്പോൾ 60 ഡിഗ്രിയിലാണ് നോക്കുന്നതെങ്കിൽ നമുക്കറിയാം. ഇത്ര ആലോചിച്ചാൽ അങ്ങനെ ഒരു ലോജിക്ക് പല ആളുകൾക്കും കത്തിയിട്ടുണ്ടാവില്ല. അതറിയാത്ത ആളുകൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ഞാനൊരു വര വരച്ചു. അത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതാക്കണം, ഇവിടേക്കാണ് വരിക. അത് 30 ഡിഗ്രി ആണെങ്കിൽ ഇങ്ങനെ വരും അല്ലേ? ഇത് 60 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. ഈ സെയിം സംഭവം തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത് കേട്ടോ. ഇത് 30 ഡിഗ്രി. ഇപ്പോൾ 60 ഡിഗ്രി ആവുന്ന സമയത്ത് ഇതെന്താവും, കുറച്ച് മേലോട്ട് വരാനാണ് ചാൻസ് ഉണ്ടാവുക. ദ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഫ്രം ദി ഫൂട്ട് ഓഫ് എ ടവർ ഈസ് 30 ഡിഗ്രി ആൻഡ് ദി ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ടവർ ഫ്രം ദി ഫൂട്ട് ഓഫ് ദി ബിൽഡിംഗ് ഈസ് 60 ഡിഗ്രി. 60 ഡിഗ്രി. അപ്പോൾ കുത്തനെ മേലോട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഓക്കെ, ഇഫ് ദ ടവർ ഈസ് 50 മീറ്റർ ഹൈ, ഈ ടവറിൻ്റെ നീളം എന്ന് പറഞ്ഞത് 50 മീറ്റർ ആണ് എങ്കിൽ വാട്ട് ഈസ് ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന ചിത്രത്തിൻ്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഓക്കെ, അടക്കെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ ചിത്രത്തിൽ. ഞാൻ ഒന്നുകൂടി വരച്ചു നോക്കട്ടെ മക്കളെ. ദ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഫ്രം ദി ഫുട്ട് ഓഫ് എ ടവർ ഈസ് 30 ഡിഗ്രി. The angle of elevation of the top of a building from the foot of a tower. The building, the tower. Second, ഇത് 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി. And the angle of elevation of the top of a tower from the foot of the building is 60 degree. Tower is 50 meter high. ചിത്രം അല്ല,
മക്കളെ ശ്രദ്ധിക്കുക, ഇതുപോലെ ഇതാട്ടോ ചിത്രം. 30 ഡിഗ്രിയും 60 ഡിഗ്രിയും. 30 ഡിഗ്രി ആകുമ്പോൾ ഇത് 60 ഡിഗ്രി ചാർജായിക്കും. സർ വിച്ച് ഫിഗർ ഈസ് ട്രൂ? ഞാൻ ഒന്ന് വെരിഫൈ ചെയ്യട്ടെ. ഒരു സെക്കൻഡ് ഞാൻ ഒന്നുകൂടി ആലോചിച്ചോട്ടെ. കിളി പോയിട്ടാ. The angle of elevation of the top of a building from the foot of a tower is 30 degree. The angle of elevation of the top of a building. എടാ ഞാൻ വരച്ച മൊത്തം തെറ്റാടാ. എടാ അങ്ങനല്ല ചിത്രം. എടാ ചിത്രം അങ്ങനല്ല കേട്ടോ. ഞാൻ ചോദ്യം വായിച്ചത് മണ്ടാൻ ചോദ്യമായിപ്പോയി. ശ്രദ്ധിക്കണേ. The angle of elevation of the top of a building from the foot of a tower is 30 degree. 30 degree. And the angle of elevation of the top of a tower from the foot of the building. This tower, this building. Foot of building is 60 degree. The 60 degree. 60 degree. If the tower is 50 meter high, tower na neelam 50 meter aanu. Engil, what is the height of the building? Building inde height etra? Appo ingane question kittiya ningal endu cheyende vechale ividekku ningal join cheyipikka. Appo ningalku idu 50 aanu kittum. Nalloru perum kodukka. A, B, C, D and E. എന്ത് കൊടുക്കുക? A, B, C, D and E. ഈ ഒരു പേരും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഓപ്പോസിറ്റ് ഓഫ് 60 ഈസ് ഗിവൺ. ഓപ്പോസിറ്റ് ഓഫ് 60 ഈസ് ഗിവൺ. സോ ഇൻ റൈറ്റ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ട്രയാങ്കിൾ എടുക്കുക. ABC. ഈ റൈറ്റ് ട്രയാങ്കിളിൽ ഓപ്പോസിറ്റ് ഓഫ് 60 ഈസ് ഗിവൺ. 30:60:90 ആണ്. ഓപ്പോസിറ്റ് ഓഫ് 60 ഈസ് ഗിവൺ. ദാറ്റ് ഈസ് 50 മീറ്റർ ആണ്. സോ വാട്ട് ഈസ് ഓപ്പോസിറ്റ് ഓഫ് 30? ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? രണ്ട് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ദെൻ വാട്ട് ഈസ് ഓപ്പോസിറ്റ് ഓഫ് 30? 30ക്ക് ഓപ്പോസിറ്റ് എന്താണെന്ന് പറയാൻ പറ്റുമോ? 30ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും വരിക? ഓപ്പോസിറ്റ് ഓഫ് 30 ഈസ് 50/√3. അതായത് ഈ നീളം 50/√3 ആയിരിക്കും. ഈ നീളം 50/√3 ആയിരിക്കും. സോ ഓപ്പോസിറ്റ് ഓഫ് 60 ഈസ് 50. ദെൻ ഓപ്പോസിറ്റ് ഓഫ് 30 ഈസ് 50/√3. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത റൈറ്റ് ട്രയാങ്കിൾ എടുക്കാം. ഇത് 100/√3 കേട്ടോ. അടുത്ത റൈറ്റ് ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ ABE. 30:60:90 ആണ്. ഇവിടെ 60 ആണ്. സോ ഓപ്പോസിറ്റ് ഓഫ് 60 ഈസ് ഗിവൺ 50/√3. 50/√3. സോ ഓപ്പോസിറ്റ് ഓഫ് 30 ഈസ് 50 ആണ്. 30/√3 50/√3 ആണെങ്കിൽ അങ്ങനെയല്ല വരുന്നതല്ലേ. വരില്ല. എടാ ഈ ക്വസ്റ്റ്യന് ഞാൻ ഒരു കൺഫ്യൂഷൻ വന്നടാ. ഞാൻ വീഡിയോ എടുത്തിട്ട് തരാം കേട്ടോ. ഇപ്പോൾ ചിന്തിച്ചിട്ടുള്ള പ്രശ്നമാണ്, വേറെ ഒന്നല്ല. ഞാനിതൊക്കെ ചെയ്ത് വന്ന ഒരാളാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു വന്നപ്പോൾ കിട്ടി. പക്ഷേ എന്തോ ഒരു സംതിങ് ഫിഷ്. ഞാൻ ചിത്രം വരച്ചാൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. 40 അതല്ല മക്കളെ. യെസ് ഇന്ന് കിളി പോയ ദിവസം തോന്നുന്നു. ഓക്കെ. ദ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഫ്രം ദി ഫുട്ട് ഓഫ് എ ടവർ ഈസ് 30 ഡിഗ്രി. രണ്ടെണ്ണമുണ്ട്. നമുക്ക് വലുത് ഏതാ ചെറുതാണെന്ന് തീരുമാനിക്കാം. നോക്കാം. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്ക്. കിട്ടിയില്ല നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം. ഓക്കെ. ദ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഫ്രം ദി ഫുട്ട് ഓഫ് എ ടവർ. ഒരു ടവർ, ഒരു ബിൽഡിങ്. ഓക്കെ, നോക്കട്ടെ. രണ്ട് കാര്യങ്ങളാണ്. ഒരു ടവർ ഉണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ട്. ദ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഫ്രം ദി ഫുട്ട് ഓഫ് എ ടവർ. ഈ ടവറിൻ്റെ ചുവട്ടിൽ നിന്നും ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മൾ കാണുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി. അപ്പോൾ ഇത് ഡിസ്റ്റൻസ്. ആൻഡ് ദി ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ടവർ ഫ്രം ദി ഫുട്ട് ഓഫ് ദി ബിൽഡിംഗ് ഈസ് 60 ഡിഗ്രി. ഒന്ന് ഇങ്ങോട്ടുണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി.
and the height of the building. Building അല്ലേ ചെറുത് വരുന്നത്. Opposite of 60. കൺഫ്യൂഷൻ ഉണ്ട് ഞാൻ നോക്കി ശരിയായിട്ട് വിട്ടുതരാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഞാൻ എന്താക്കാണ് കൺഫ്യൂഷനായി. ഓക്കെ, ഞാൻ നോക്കിയിട്ട് വിട്ടുതരാം കേട്ടോ. ഓക്കെ, സോ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് അടുക്കുകയാണ്. ഇനി അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറയുകയാണ്. മക്കളെ ശ്രദ്ധിച്ചോട്ടെ, ഞാൻ നോക്കിയിട്ട് റെക്കോർഡ് കണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എന്തായാലും എന്താക്കി തരാം, ഇത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. 50/3 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നോക്കാം മക്കളെ ശ്രദ്ധിച്ചോളൂ. ദ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഫ്രം ദി ഫുട്ട് ഓഫ് എ ടവർ ഈസ് 30 degree. And the angle of elevation of the top of the tower from the foot of the building is 45 degree. The tower is same model question again and again. Same type question വന്നു. ഇതും അതേ പ്രശ്നം നേരിടാൻ ചാൻസ് ഉണ്ട്. The angle of elevation of the top of a building from the foot of a tower is 30 degree. The angle of elevation of the top of a building from the foot of the tower is 30 degree. Tower 30 degree. And the angle of elevation of the top of the tower from the foot of the building is 45 degree. 45 degree. The tower is 50 meter high, 30 meter high. Find the height of the building. 30 meter. So this is also 30. This is 30 root 3. So 30 ആണെങ്കിൽ same question again. ബട്ട് ഇന്ന് എൻ്റെ ദിവസമാണ് തോന്നടാ. Today is my day. The angle of elevation of the top of a building from the foot of the tower is 30 degree and the angle of elevation of the top of the tower from the foot of the building is 45 degree. If the tower is 30 meter high and the height of the building is angle of elevation of the top of a building from tower building, the angle of elevation of the top of a building from the foot of the tower. Tower is 30 meter high. So 30 is to 60 is to 90 ആണ്. Opposite of 30 is given. Opposite of 30 is 380. 30. So opposite of 60 is 30 root 3. 30 root 3 60. So opposite of 60 is 30 root 3. ഇങ്ങനെ വരടാ. ഓക്കെ, നല്ല വലുതാവുമല്ലോ, അല്ലെ ഇത് ചെറുതായി പോലെ. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയട്ടെ. സാർ ഇന്ന് രാവിലെ എന്താ കണി കണ്ടതിൻ്റെ പ്രശ്നമല്ല. എനിക്ക് തോന്നുന്നു കുറേ ദിവസം ലൈവായിട്ട് കുറേ കാലത്ത് രക്ഷിതാക്കണം, ഇപ്പം പിന്നെ അങ്ങോട്ട് വരുന്നത്. മക്കളെ ശ്രദ്ധിച്ചോളൂ കേട്ടോ, മക്കളെ ശ്രദ്ധിച്ചോളൂ. ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്തിട്ട് പറയാണ്. ഇത് കിട്ടുകയാണെങ്കിൽ മറ്റേ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സർ വാട്ട് ഈസ് യുവർ നെയിം? യെസ്, മക്കളെ ശ്രദ്ധിച്ചോളൂ. ദ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്. അപ്പോൾ ബിൽഡിങ്ങും ഉണ്ട് ടവറും ഉണ്ട്, അത് രണ്ടും നമ്മൾ വരച്ചു. ബിൽഡിങ്ങും ഉണ്ട് ടവറും ഉണ്ട്. ദ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഫ്രം ദി ഫുട്ട് ഓഫ് ദി ടവർ. ഈ ടവറിൻ്റെ അടിഭാഗത്തിൽ നിന്നും അതിൻ്റെ മുകൾ ഭാഗം 45 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷനിൽ കാണുന്നു അല്ലേ? From the tower is 30 degree and the angle of elevation of the top of the tower from the foot of the building is 45 degree. If the tower is 30 meter high, ഈ ടവറിൻ്റെ നീളം 30 മീറ്റർ ഹൈ ആണ് എങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ മക്കളെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ 2 റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. ഞാൻ സൈനും കോസ് ടാനൊക്കെ ഉപയോഗിച്ച് കാണിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് 30:60:90 ആണ്. 30:60:90 ആണ്. ഓപ്പോസിറ്റ് ഓഫ് 30 is given, that is 30 മീറ്റർ. 30ക്ക് ഓപ്പോസിറ്റ് 30 ആണ്. സോ ഓപ്പോസിറ്റ് ഓഫ് 60 is 30 root 3 ആണ്. 30 root 3. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി 90ക്ക് ഓപ്പോസിറ്റ് 60 ആണ് കിട്ടി. അപ്പോൾ ഈ കാണുന്ന ഈ ഡിസ്റ്റൻസ് 30 root 3 ആണ്. അപ്പോൾ ഇത് 45:45:90, അതായത് എന്താണ് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. സോ ഓപ്പോസിറ്റ് ഓഫ് 40 ഈസ് ഓൾസോ 30 root 3. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനേക്കാൾ വലുപ്പം ബിൽഡിങ്ങിനാണ്. ഓക്കെ, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എത്രയാണ്? 30 root 3 ആണ് കേട്ടോ. യെസ്, സാറിൻ്റെ ടച്ച് വിട്ടു. യെസ്, സത്യമായിട്ട് അതാണ് സംഭവിച്ചതെന്ന് തോന്നുന്നു. കുറേ കാലയിൽ എടുത്തിട്ട്
സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. ഞാൻ എന്തായാലും അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങളെ പെർഫെക്റ്റ് ആക്കും. പക്ഷേ എന്നാൽ ഈ ക്ലാസ്സിൽ തന്നെ മാക്സിമം ശ്രമിക്കാം. യെസ്, ആ സെയിം മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഈ കാണുന്ന ടവറും ബിൽഡിങ്ങും അല്ലേ, ടവർ ബിൽഡിങ് പേരങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഇത് ടവർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 50 മീറ്റർ. ഇത് ബിൽഡിങ്. ഓക്കെ, സോ നമുക്ക് അവിടെ നിന്ന് എന്ത് കാണും, ഇത് ഇങ്ങനെയാണ്. സോ 30:60 90. ഓപ്പോസിറ്റ് ഓഫ് 30 is 50. സോ ഓപ്പോസിറ്റ് ഓഫ് 60 is 50√3. 50√3 ആണ്. സോ ഓപ്പോസിറ്റ് ഓഫ് 30 is 50√3. 30:60:90 ആണ്. ഓപ്പോസിറ്റ് ഓഫ് 50 is 50√3. സോ ഓപ്പോസിറ്റ് ഓഫ് 60 is 50√3 into √3. That is equal to 50 into 3. That is equal to 150. 150 meter. Okay. സാർ ഇതെല്ലാവർക്കും പറ്റും, ഞങ്ങൾക്ക് എക്സാമിനിടയിൽ സാറിന് ക്ലാസ്സിൽ പറ്റി, അങ്ങനെ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഇടയിൽ പറ്റി. യെസ് സാർ, ജസ്റ്റ് റിലാക്സ്. ഓക്കെ നമുക്ക് തൽക്കാലത്തേക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യനിൽ നീങ്ങുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കൂടി വേണം, ഏതാണ് വലുത് ഏതാണ് ചെറുതെന്നുള്ളത്. തീർച്ചയായിട്ടും അത് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് വരാം. സോ ഞാൻ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ 4 മാർക്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ കൂടി പറയുകയാണ്. മക്കളെ ശ്രദ്ധിച്ചോളൂ. യെസ്, ക്വസ്റ്റ്യൻസ് മാത്സ് എക്സാമിന് വന്ന അതേ ക്വസ്റ്റ്യൻസ്, വാട്ട് എ കോയിൻസിഡൻസ്. അങ്ങനെ ഇറ്റ്സ് മീ റസീൻ അല്ലേ. എന്താ പറഞ്ഞത്, നേരത്തെ ലൈവ് വെച്ചായിരുന്നെങ്കിൽ മാത്സിന് ഞാൻ ഫുൾ മാർക്ക് വാങ്ങുമായിരുന്നു. ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് ഇപ്പോൾ ലൈവ് ഓൺ ചെയ്തത്, അപ്പോൾ വന്ന ക്വസ്റ്റ്യൻ ഇതാണ്. തീർച്ചയായിട്ടും ഇവിടെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന രീതിയിലുള്ള പ്ലാൻ വരാൻ പോകാം കേട്ടോ. സോ ഡോണ്ട് വെറി, ഹിന്ദി കോഴ്സ് ഹിന്ദി ഒക്കെ നിങ്ങൾക്ക് എടുക്കും. മക്കളെ ശ്രദ്ധിച്ചോളൂ. ദ ആംഗിൾസ് ഓഫ് ഡിപ്രഷൻ ഓഫ് ദി ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് എ 50 meter ഹൈ ബിൽഡിംഗ് ഫ്രം ദി ടോപ്പ് ഓഫ് എ ടവർ ആർ 45 degree and 60 degree. ഒരു ടവറിൻ്റെ മുകളിൽ നിന്നും ഒരു ബിൽഡിങ്ങിൻ്റെ അടിഭാഗത്തേക്ക് നമ്മൾ 45 ഡിഗ്രിയും 60 ഡിഗ്രിയും, ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ടവറിൻ്റെ മുകളിൽ നിന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം മക്കളെ. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല, കാരണം ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആയതുകൊണ്ട്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഒരിക്കലും ഈ കാണുന്നത് ഹൈറ്റ് കൂടില്ല, കാരണം ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഒരിക്കലും മേലോട്ടല്ല വരിക, താഴോട്ടാണ് വരിക. മക്കളെ ശ്രദ്ധിച്ചോളൂ. ദ ആംഗിൾസ് ഓഫ് ഡിപ്രഷൻ ഓഫ് ദി ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് എ 50 meter ഹൈ ബിൽഡിംഗ്. ഇത് ബിൽഡിംഗ് ആണ്. ഓക്കെ, അതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 50 meter ആണ്. ഈ കാണുന്ന 50 meter ഹൈ ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും ഏതൊക്കെ ആംഗിളാണ് കാണുന്നത്? ആംഗിൾ ഈസ് 45 degree and 60 degree റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടൊരു ഇവിടെ വരയ്ക്കാം. ഇതിൽ ആദ്യം കാണുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത്, ഇവിടെ ഇങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾ ഇതും കൂടി കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇവിടെ വരെയും കൂടി വരക്കാം. ആദ്യം കാണുന്ന ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 45 ആയിരിക്കും. ഓക്കെ, ഇവിടെ 2 ആംഗിളാണുള്ളത്. ഒന്ന് ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗം 45 ഡിഗ്രി, ബിൽഡിങ്ങിൻ്റെ അടിഭാഗം ടോട്ടൽ 60 ഡിഗ്രി. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ 60 ഡിഗ്രി എഴുതാം, ടോട്ടൽ 60 ഡിഗ്രി എഴുതാം, അല്ലെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 60 ഡിഗ്രി എഴുതാം. അപ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾ ഇതുപോലെ ചോദ്യം വന്നാൽ ഈ 2 ആംഗിളും എടുത്തിട്ടാണ് ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ വരെ ഓക്കെ ആണെങ്കിൽ ഓക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. ഞാൻ ഈ എഴുതിയത് വരെ ഓക്കെ ആണെങ്കിൽ ഓക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. ഇവിടെ വരെ ഓക്കെ ആണെങ്കിൽ ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ദ ആംഗിൾസ് ഓഫ് ഡിപ്രഷൻ ഓഫ് ദി ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് എ 50 meter ഹൈ ബിൽഡിംഗ്. ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ മുകൾ ഭാഗവും അതിൻ്റെ അടിഭാഗവും 45 ഡിഗ്രിയിലും 60 ഡിഗ്രിയിലും ആംഗിൾ ഓഫ് ഡിപ്രഷനിലാണ് എന്താക്കുന്നത് ഒരാൾ കാണുന്നത്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ ആൻഡ് ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടവർ ആൻഡ് ദി ബിൽഡിംഗ്. ഈ കാണുന്ന ടവറിൻ്റെ ഹൈറ്റ് എത്ര, ഈ കാണുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ മക്കളെ ഇതിൻ്റെ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് 2 മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നിങ്ങൾക്ക് ആസ് യൂഷ്വൽ മെത്തേഡ് കാണിച്ചു തരാം, ടാൻ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇതുപോലെ ABCD എന്ന് പേര് കൊടുക്കുക. ABCDE. അറിയാത്ത കാര്യങ്ങൾ ഒന്ന് X ആയിട്ടും ഒന്ന് Y ആയിട്ടും എഴുതാം. വി നോ ദാറ്റ് ദിസ് ഈസ് 50 meter. വി ഡോണ്ട് നോ വാട്ട് ഈസ് ദിസ് ആൻഡ് വി ഡോണ്ട് നോ വാട്ട് ഈസ് ദിസ്. ഈ 2 ഡിസ്റ്റൻസും നമുക്ക് അറിയില്ല. സോ ഇത് X Y ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഏത് ചോദ്യമാണെങ്കിലും നോ പ്രോബ്ലം. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ട്രയാങ്കിൾ ABE ഒന്ന് അപ്ലൈ ചെയ്യാണ്. ABE, ട്രയാങ്കിൾ ABE. അത് നിങ്ങൾക്ക് ടാൻ യൂസ് ചെയ്യാം. ടാൻ 60 is equal to ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് 50 + y. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. ടാൻ 60 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ആണ്, X ആണ്. സോ ഇതിനെ നമുക്ക് X എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും X√3. X ഇൻറ്റു ടാൻ 60 ഈസ് ഈക്വൽ ടു 50 + y ആണ്. സോ X√3 ഈക്വൽ ടു 50 + y. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 1. X√3 + y. ഇനി അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ചിത്രം അടുത്ത ചിത്രം 45:45:90 ആണ്. സോ ട്രയാങ്കിൾ ഏതെടുക്കാം?
ട്രയാങ്കിൾ CDE. ട്രയാങ്കിൾ CDE. ആസ് യൂഷ്വൽ മെത്തഡാണ് ഞാൻ പറയുന്നത്. മറ്റേ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യാനുള്ള മെത്തഡ് ഞാൻ പറയാം. CDE എടുക്കുന്ന സമയത്ത് tan 45 എടുക്കാം. tan 45 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. y ബൈ എക്സ് ആണ്. y ബൈ എക്സ്. സോ tan 40 എന്നാൽ 1 ആണ്. 1 ഈക്വൽ ടു y ബൈ എക്സ് ആണ്. സോ x ഈക്വൽ ടു y എന്ന് കിട്ടും. x ഈക്വൽ ടു y. ഈ ഒരു ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് 1 in 2 അല്ലെ 2 in 1. 2 in 1 വി ഗെറ്റ് എക്സിൻ്റെ സ്ഥാനത്ത് y കൊടുക്കാം, അല്ലെ വൈൻ്റെ സ്ഥാനത്ത് x കൊടുക്കാം. x√3 ഈക്വൽ ടു 50 + x എന്ന് കിട്ടും. ഓക്കെ ആണോ? അതായത് എക്സും വൈയും ഈക്വൽ ആണ്. സോ x√3 ഈക്വൽ ടു 50 + x. ഇവിടം വരെ ഓക്കെ ആണെങ്കിൽ കെ എന്നൊന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. ഇവിടം വരെ ഓക്കെ ആണെങ്കിൽ കെ എന്നൊന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. ഇവിടം വരെ ഓക്കെ ആണെങ്കിൽ ഇത്രയുള്ള സ്റ്റെപ്പ്. ഫസ്റ്റ് നിങ്ങൾ റഫ് ഫിഗർ വരയ്ക്കുക. ഡ്രോ എ റഫ് ഫിഗർ. ഇതിൻ്റെ ആൻസർ അറിയാത്ത ആളുകൾ എഴുതിച്ചോളൂ. ഡ്രോ എ റഫ് ഫിഗർ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ 2 റൈറ്റ് ട്രയാങ്കിൾസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ യൂസ് ടാൻ ഓർ അപ്രോപ്രിയേറ്റ്. ഏതാണോ വരാൻ പോകുന്നത് അത്. ഓക്കെ, മിക്കവാറും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടാൻ ആണ് യൂസ് ചെയ്യേണ്ടവ. അപ്പം ഹൈപ്പർന്യൂസ് ഒക്കെ കാണാണെങ്കിൽ സൈൻ ഓർ കോസ് യൂസ് ചെയ്യാം. അല്ലാത്ത 90% ക്വസ്റ്റ്യൻ ടാൻ ആണ് യൂസ് ചെയ്യേണ്ടവ. എന്നിട്ട് മേക്ക് 2 ഇക്വേഷൻ സോൾവ്. 2 ഇക്വേഷൻ എടുക്കുക, സോൾവ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ റഫ് ഫിഗർ വരച്ചു. ദെൻ നമ്മൾ എന്ത് ചെയ്തു? രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്തു? 2 റൈറ്റ് ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. ട്രയാങ്കിൾ ABE. വൺ ഓഫ് ദീസ് ഈസ് ട്രയാങ്കിൾ ABE ആൻഡ് അനദർ വൺ ഈസ് CDE. ഈ 2 റൈറ്റ് ട്രയാങ്കിളും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. മൂന്നാമത് നമ്മൾ എന്ത് യൂസ് ചെയ്തു? ടാൻ യൂസ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പ്. എല്ലാ ചോദ്യത്തിലും ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫസ്റ്റിലെ ട്രയാങ്കിളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? tan 60 യൂസ് ചെയ്താൽ tan 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് 50 + y ഡിവൈഡഡ് ബൈ എക്സ്. tan 60 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ്റ് ആണ്. tan 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്യുന്ന വിനോദ tan 60 ഈസ് √3 ആണ്. അപ്പോൾ x × √3 ഈസ് ഈക്വൽ ടു 50 + y. അതൊരു ഇക്വേഷൻ. സെയിം നിങ്ങൾക്ക് എന്താക്കാം? രണ്ടാമത്തെ ഒരു സെയിം അപ്ലൈ ചെയ്യാം. tan 45 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് y ബൈ എക്സ്. അപ്പോൾ അതിലൊരു ഇക്വേഷൻ കിട്ടും. y ഈക്വൽ ടു x കിട്ടും. ആ x ഈക്വൽ ടു y നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് വൈൻ്റെ സ്ഥാനത്ത് തന്നെ x കൊടുത്തു. ഇനി എക്സിനൊക്കെ ഒരു സൈഡിലും നമ്പറിൻ്റെ സൈഡിലും കൊണ്ടുവരാം. സോ ദ ആൻസർ ഈസ് x√3 - x ഈസ് ഈക്വൽ ടു 50. x√3 - x ഈസ് ഈക്വൽ ടു 50. അതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? x × √3 - 1 ഈസ് ഈക്വൽ ടു 50. സോ x ഈസ് ഈക്വൽ ടു 50 / √3 - 1. എക്സിൻ്റെ നീളത്തിലാണ് 50 / √3 - 1 ആണ്. എക്സിൻ്റെ നീളം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എക്സ്? ദാറ്റ് ഈസ് ഈക്വൽ ടു വെരി സിമ്പിൾ 50 / √3 - 1. സോ എക്സും വൈയും സെയിം ആയതുകൊണ്ട് ഈ നീളം 50 / √3 - 1 ആണ്. സോ ദ ഹൈറ്റ് ഈസ് 50 + /50 / √3 - 1. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. ഹൈറ്റ്. ഓക്കെ, യെസ് മക്കളെ, ഇതേ ക്വസ്റ്റ്യൻ ഞാൻ 30:60:90 വെച്ച് ചെയ്ത് കാണിച്ചിട്ടാണെങ്കിൽ മെത്തേഡ് 2 ട്രയാങ്കിൾ ABE. ട്രയാങ്കിൾ ABE നോക്കണേ. ABE എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഈ കാണുന്ന നീളം x, ഈ കാണുന്ന നീളം y നമുക്കറിയില്ല. അതുകൊണ്ട് tan 60 എന്ന് പറഞ്ഞാൽ എന്താ? tan 60 ഈസ് ഈക്വൽ ടു, അല്ലെ 30:60:90. ഇത് 30 ആണ്. 30ക്ക് ഓപ്പോസിറ്റ് x. 30:60:90. 30ക്ക് ഓപ്പോസിറ്റ് എന്താണ്? x ആണ്. 30ക്ക് ഓപ്പോസിറ്റ് എന്താണ്? x ആണ്. സോ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 60ക്ക് ഓപ്പോസിറ്റ് x√3 ആയിരിക്കും. x√3 2x ഇതാണ് ഇതിൻ്റെ വരിക. 60ക്ക് ഓപ്പോസിറ്റ് x√3. x√3 എന്ന് പറഞ്ഞാൽ എന്താ? 50 + y ആണ്. ഇനി അടുത്ത് നോക്കുക. 45:45:90. ട്രയാങ്കിൾ CDE. 45:45:90 ആണ്. സോ നമുക്ക് ഓപ്പോസിറ്റ് എന്നാൽ y ബൈ x. 30:45 രണ്ട് സെയിം ആണല്ലോ അല്ലേ? ഇത് x ആണെങ്കിൽ ഇത് x. സോ ദിസ് ഈസ് ഓൾസോ x. സോ x√2. ഓക്കെ, ഇതിൽ x√3ൻ്റെ പൊസിഷനിൽ എന്ത് വന്നു? 50 + x എന്ന് വന്നു. x√3ൻ്റെ പൊസിഷനിൽ എന്ത് വന്നു? 50 + x√3. 50 + x. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഈ കാണുന്ന ചിത്രത്തിൽ
ഈ കാണുന്ന ചിത്രത്തിൽ ഇതിൻ്റെ ഉത്തരം x√3 ആണ് അല്ലേ? x√3 ആണ് 60 ഓപ്പോസിറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു x√3 ആണ്. ഓക്കെ, ഈ x√3 എന്ന് പറയുന്നതും 50 പ്ലസ് ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ഓക്കെ, ഈ ചോദ്യത്തിൽ നിങ്ങൾ വൈ വേണ്ട കേട്ടോ. 3069 50 പ്ലസ് എക്സ് എന്ന് പറയുന്നതും x√3 എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു x√3, എക്സിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരാം. 50 ഈസ് ഈക്വൽ ടു x√3 മൈനസ് എക്സ്. ഇത് നിങ്ങൾക്ക് എന്ത് കിട്ടും, എക്സ് കിട്ടും. x√3 - 1 നേരത്തെ ചെയ്ത് അതേ സ്റ്റെപ്പിലേക്ക് എത്തും, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ്. എല്ലാവരും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും മെത്തേഡ് 2 നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കാം, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ആകെ 4 സ്റ്റെപ്പ് കൊണ്ട് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഇത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ. 30:60:90 എടുത്തു. 30ക്ക് ഓപ്പോസിറ്റ് എന്തെടുത്തു, എക്സ് എന്ന് എടുത്തു. അപ്പോൾ 60ന് ഓപ്പോസിറ്റ് സിംപ്ലി x√3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ x√3 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്നത് എക്സ് ആണെങ്കിൽ ഈ കാണുന്നത് എക്സ് ആണ്. സോ 45:45:90 ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് എക്സ്, ദിസ് ഈസ് ഓൾസോ എക്സ്. അപ്പോൾ നമുക്ക് x√3 നമുക്ക് എന്ത് എഴുതാം, 50 പ്ലസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ x√3 ഈക്വൽ ടു 50 പ്ലസ് എക്സ് ആയതുകൊണ്ട് ആൻസർ എന്തായി, ഈസി ആയിട്ട് ആൻസർ കിട്ടി. ഓക്കെ, മനസ്സിലായ ആൾക്കാരുണ്ടോ? √3 വാല്യൂ കാണണ്ടല്ലോ, വേണ്ട, കാണണമെന്ന് പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. √3 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി. ഇത് മനസ്സിലായ ആൾക്കാർ 2 മെത്തേഡ് ഏതാണോ മനസ്സിലാവുന്ന കമൻറ്റ് ചെയ്തേ. ദാസ് യൂഷ്വൽ മെത്തേഡ്, ഇത് വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. മറ്റേത് സെക്കൻഡ് മെത്തേഡ്. 2 മെത്തേഡ് നിങ്ങൾക്ക് ഏതാ മനസ്സിലാവുന്ന കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? 2 മനസ്സിലാക്കാറുണ്ടോ? സാറേ ജിൽ 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 അല്ലേ, അത് മറ്റേ മൂഡ് പോയി, ആ ക്വസ്റ്റ്യനിൽ മൂഡ് പോയി, അതാണ്. ഓക്കെ, ഞാൻ 5 മാർക്കിൻ്റെ 1, 2, 3, 4 ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം മക്കളെ, നന്നായിട്ട് ശ്രദ്ധിക്കുക. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ദ ആംഗിൾസ് ഓഫ് ഡിപ്രഷൻ ഓഫ് ദി ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ആൻ 8 മീറ്റർ ടോൾ ബിൽഡിംഗ്. 8 മീറ്റർ നീളമുള്ളൊരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ ആംഗിൾ ഓഫ് ഡിപ്രഷനുകൾ മക്കളെ ശ്രദ്ധിക്കണേ. 8 മീറ്റർ നീളമുള്ള ഒരു ബിൽഡിംഗ് ഓഫ് ആൻ 8 മീറ്റർ ബിൽഡിംഗ് ടോപ്പ് ഓഫ് എ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് ആർ 30 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി. ഇത് 8 മീറ്റർ ആണ്. 8 മീറ്റർ. ഈ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ, സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഈസ് എന്താണ്, 30 ഡിഗ്രി 45 ഡിഗ്രി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, സിമ്പിളായിട്ട് നമ്മൾ പറയാൻ പറ്റും. ഏറ്റവും വലിയ ആംഗിൾ 45 ആണ് വരുന്നത്. സോ ദിസ് ഈസ് 30, ദിസ് ഈസ് 30, ദിസ് ഈസ് ഓൾസോ 30. ഓക്കെ, ദിസ് ഈസ് 45, സോ ദിസ് ഈസ് ഓൾസോ 45. ഓക്കെ, അപ്പോൾ ഇത് 8 ആണ്. നിങ്ങൾക്ക് 2 റൈറ്റ് ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. നല്ലൊരു പേര് കൊടുക്കുക, ABCD ആൻഡ് E. ഇവിടം വരെ ഓക്കെ ആണോടാ മക്കളെ? ഇവിടം വരെ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്നൊന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. ഇവിടം വരെ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്നൊന്ന് കമൻറ്റ് ചെയ്തേ. ഇവിടം വരെ ഓക്കെ ആണെങ്കിൽ യെസ് മക്കളെ ശ്രദ്ധിക്കുക. ഇത്ര വരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. ഇഫ് ഇറ്റ് ഈസ് 8, ദിസ് ഈസ് ഓൾസോ 8. ഓക്കെ, നമുക്ക് 2 കാര്യങ്ങൾ അറിയില്ല, ഇതെത്രാന്ന് അറിയില്ല, ഇതെത്രാന്ന് അറിയില്ല. എക്സും വൈ ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എക്സും ഇടാം, ഇഷ്ടമുള്ള രീതിയിൽ എന്താക്കാം, വൈ ഇടാം. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ഫസ്റ്റിലെ ട്രയാങ്കിൾ ABE. ഓക്കെ, tan 45 യൂസ് ചെയ്യുന്നു. tan 45 ഈസ് ഈക്വൽ ടു നമുക്കറിയാം, ഓപ്പോസിറ്റ് ഓഫ് ദിസ് ഈസ് നോട്ട് ഗിവൺ. 45 അല്ലെങ്കിൽ tan 45 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, is equal to 8 plus x divided by y എന്ന് കിട്ടും. tan 45 എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. ഓക്കെ, അപ്പം അതിൽ നമുക്ക് tan 40 എന്നാൽ 1 ആണ്. y ഈക്വൽ ടു 8 plus x എന്ന് കിട്ടും, ഇക്വേഷൻ നമ്പർ 1. കാരണം tan 45 ഈസ് 1. tan 45 ഈസ് ഈക്വൽ ടു 1 ആണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. tan 45 ഈസ് ഈക്വൽ ടു എന്താണ്, 1 ആണ്. അപ്പോൾ ഒരു ഇക്വേഷനായി. ഇനി സെയിം മോഡൽ നമുക്ക് എന്താക്കാം, അടുത്ത ട്രയാങ്കിൾ ഉപയോഗിക്കാം. ട്രയാങ്കിൾ DCE യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ എഗെയിൻ tan യൂസ് ചെയ്യാം. tan 30 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഈസ് ഗിവൺ x ആൻഡ് അഡ്ജസൻറ്റ് ഈസ് y. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് x ബൈ y. സോ tan 30 എന്നാൽ അത്ര 1/√3 ആണ്. 1/√3 ഈസ് ഈക്വൽ ടു x ബൈ y. സോ y ഈസ് ഈക്വൽ ടു x√3. വൈൻ്റെ പൊസിഷനിൽ നമുക്ക് എന്ത് കൊടുക്കാം, x√3 എന്ന് കൊടുക്കാം. വൈൻ്റെ പൊസിഷനിൽ നമുക്ക് എന്താക്കാം, x√3. സോ അത് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഇക്വേഷനിൽ കൊടുക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 in 1. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എന്ത് കൊടുക്കുന്നു, ഒന്നാമത്തേതിൽ കൊടുക്കുന്നു. സോ ദ ആൻസർ ഈസ് വെരി സിമ്പിൾ. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 in 1. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എന്താക്കുന്നു, ഒന്നാമത്തേൽ കൊടുക്കുന്നു. ഒന്നാമത്തേൽ വൈൻ്റെ സ്ഥാനത്ത് എത്ര കിട്ടി,
എക്സ് റൂട്ട് 3 ആണ്. സോ വൈൻ്റെ സ്ഥാനത്ത് നമ്മൾ എക്സ് റൂട്ട് 3 കൊടുക്കുന്നു. സോ എക്സ് റൂട്ട് 3 ഈക്വൽ ടു 8 പ്ലസ് എക്സ്. സോ എക്സിന് ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എക്സ് റൂട്ട് 3 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 8 ആണ്. സോ എക്സ് ഇൻറ്റു റൂട്ട് 3 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 8 ബൈ റൂട്ട് 3 മൈനസ് 1. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 8 ബൈ റൂട്ട് 3 മൈനസ് 1 ആണ്. സോ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 8 പ്ലസ് 8 ബൈ റൂട്ട് 3 മൈനസ് 1. നേരത്തെ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണോടാ? ഇത് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. ഈ ഏജ് ഇത് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. ഈ ഏജ് ഇത് ക്ലിയർ ആണെങ്കിൽ യെസ് വരട്ടെ, പവർ വരട്ടെ. മക്കളെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇതിൻ്റെ ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്താക്കണ്ട, വിട്ടു പോകണ്ട കേട്ടോ. അപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ശ്രദ്ധിക്കാം. എ സ്ട്രൈറ്റ് highway leads to the foot of a tower. A man standing on the top of the 75-meter high tower observes two cars at an angle of depression 30 degree and 60 degree. അതായത് ഒരു സ്ട്രെയിറ്റ് ഹൈവേ ഉണ്ട്, ഒരു 75 മീറ്റർ ഉയരമുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും എന്താക്കാണ്, ഒബ്സർവ് ടു കാർസ് അറ്റ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ 30 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. 60 ഡിഗ്രിയിലും 30 ഡിഗ്രിയിലും ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ എന്താക്കുന്നു, രണ്ട് കാറുകൾ കാണുന്നു. കാർ നമ്പർ 1, കാർ നമ്പർ 2. ഈ കാണുന്ന മുഴുവൻ ആംഗിൾ എന്ന് പറയുന്നത്, ഈ കാണുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ് മുഴുവൻ. ഈ കാണുന്ന ആംഗിൾ 60. സോ ദിസ് ഈസ് 60. ഈ കാണുന്ന കുഞ്ഞ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി. സോ ദിസ് ഈസ് 30. കാരണം എപ്പോഴും ഈ സൈഡിലാണ് 30 വരിക. ഇവിടെ നിന്ന് ഇങ്ങനെ കുറഞ്ഞു വരില്ല. ഇവിടെ ഇപ്പോൾ 80, ഇവിടെ ഇപ്പോൾ 70, ഇവിടെ 60, ഇവിടെ 45, 30. ഓക്കെ, അപ്പോൾ അത്രയും തന്നിട്ടുണ്ട്. If one car is exactly behind the other on the same side of the tower, find the distance between the two cars. അങ്ങനെയാണെങ്കിൽ ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനാണ് ചോദ്യം. ഓക്കെ, മക്കളെ ശ്രദ്ധിച്ചോളൂ. ഈ കാണുന്ന ചിത്രം വളരെ ഈസി ആയിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ് ഉണ്ട്. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. വളരെ ഈസി ആയിട്ട്. അതിന് മുമ്പേ നമുക്ക് ആസ് യൂഷ്വൽ മെത്തേഡ് ചെയ്യാം. C1, C2, C3 ആൻഡ് C4 4 പേരിടാം. ഇനി അല്ലെങ്കിൽ ABCDE ഏതായാലും കുഴപ്പമില്ല. സോ tan 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ, ഇത് അറിയില്ല, ഇതും അറിയില്ല, രണ്ടും ഇടാം, എക്സും വൈ ഇടാം. നമുക്ക് അറിയാത്ത കാര്യത്തിൽ നമ്മൾ എന്തിടാം, എക്സും വൈ ഇടാം കേട്ടോ. ഓക്കെ, ഫിഗർ വരയ്ക്കാനുള്ള ടിപ്സ് ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് അല്ല, ഞാൻ റെക്കോർഡ് വീഡിയോ ആയിട്ട് ഇടാം. ഞാൻ ഫസ്റ്റ് മറ്റേ 2 ക്വസ്റ്റ്യനിൽ എന്തായിപ്പോയി, ഒന്ന് ഡൗൺ ആയിപ്പോയി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ പോയി. tan 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 75 ബൈ എക്സ് ആണ്. സോ ഇതിൽ നമുക്ക് എന്ത് കിട്ടും, tan 60 എന്ന് പറഞ്ഞാൽ റൂട്ട് 3 ആണ്. റൂട്ട് 3 ഈക്വൽ ടു 75 ബൈ എക്സ് ആണ്. ഓക്കെ, സോ എക്സ് റൂട്ട് 3 ഈക്വൽ ടു 75. ഈ കാണുന്ന ചോദ്യത്തിൽ എന്ത് കിട്ടും, എക്സ് റൂട്ട് 3 ഈക്വൽ ടു, ഈ കാണുന്ന ചിത്രത്തിൽ tan 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ദാറ്റ് ഈസ് 75 ബൈ എക്സ് ആണ്. വി നോ ദാറ്റ് tan 60 ഈസ് ഈക്വൽ ടു റൂട്ട് 3 ആണ്. സോ എക്സ് ഇൻറ്റു റൂട്ട് 3 ഈക്വൽ ടു 75. ഇവിടെ വരെ ഓക്കെ ആണോടാ? ഇവിടെ വരെ ഓക്കെ ആണോ? അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 75 ബൈ റൂട്ട് 3. 5 ബൈ റൂട്ട് 3. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് tan 30 യൂസ് ചെയ്യുക. tan 30 ഈസ് ഈക്വൽ ടു, tan 30 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് എക്സ് പ്ലസ് 5. 75 ബൈ എക്സ് പ്ലസ് 5. സോ അതിൽ tan 30 കിട്ടും. tan 30 എന്നാൽ 1 ബൈ റൂട്ട് 3 ആണ്. 1 ബൈ റൂട്ട് 3 ഈക്വൽ ടു 75 ബൈ എക്സ് പ്ലസ് 5 ആണ്. റൂട്ട് 3 അങ്ങോട്ട് കൊണ്ടാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 75 റൂട്ട് 3. രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് കിട്ടും. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 75 ബൈ റൂട്ട് 3. ഓക്കെ, നേരെ ക്രോസ് ചെയ്യാം. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 75 ബൈ റൂട്ട് 3 ആണ്. സോ ഈ എക്സിന് അങ്ങോട്ട് കൊണ്ടാൽ വൈ ഈസ് ഈക്വൽ ടു 75 റൂട്ട് 3 മൈനസ് എക്സ്. എക്സിൻ്റെ വാല്യൂ ഓൾറെഡി കിട്ടി, 75 ബൈ റൂട്ട് 3 ആണ്. സോ വൈ ഈസ് ഈക്വൽ ടു 75 റൂട്ട് 3 മൈനസ് 75 ബൈ റൂട്ട് 3. ഓക്കെ, 75 ബൈ റൂട്ട് 3 മൈനസ് 75 റൂട്ട് 3 മൈനസ് 75 ബൈ റൂട്ട് 3. സോ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും, ആൻസർ കിട്ടും 75 റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 മൈനസ് 75 ബൈ റൂട്ട് 3. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇനിയിപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയാത്ത ആൾക്ക് സിമ്പിൾ വഴി പറഞ്ഞുതരാം. ഇവിടെ റൂട്ട് 3 ആണല്ലോ, ഇവിടെ രണ്ട് ഭാഗത്ത് റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 75 റൂട്ട് 3 അടിയിൽ റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മുകളിൽ റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് 75 ബൈ റൂട്ട് 3. ഓക്കെ, അപ്പോൾ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 75 ഇൻറ്റു 3 ബൈ റൂട്ട് 3 മൈനസ്
75/√3. അപ്പം 75/3 എത്രടാ? 75/3 പറയുമ്പോൾ 210 225 225 - 75/√3. ഇതാണ് അതിൻ്റെ ആൻസർ y. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ഒന്ന് കമൻറ്റ് ചെയ്തേ. യെസ്. ഇനി ഇതല്ലാതെ മറ്റൊരു സിമ്പിൾ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ ആൻസർ കണ്ടെത്താം. എവിടെ നിന്ന് അറിയാം? 30/60/90 അല്ലേ? ഓപ്പോസിറ്റ് ഓഫ് 60 ഈസ് ഗിവൺ. സോ ഓപ്പോസിറ്റ് ഓഫ് 30 ഈസ് വാട്ട് ഈസ് ഓപ്പോസിറ്റ് ഓഫ് 30? ദാറ്റ് ഈസ് ഇക്വൽ ടു 75/√3 ആണ്. ഓക്കെ, ഇത് 60 ഡിഗ്രി ആയതുകൊണ്ട് ഇത് 120 ഡിഗ്രി ആണ്. ഇത് 120 ആയതുകൊണ്ട് ദിസ് ഈസ് 120, ദിസ് ഈസ് 30. സോ ദിസ് ഈസ് ഓൾസോ ഇത് എത്ര കിട്ടും? 90 ആണെങ്കിൽ ഓപ്പോസിറ്റ് 60 75/√3, ഇത് 150/√3 കിട്ടും. 150/√3. ഇത് 150/√3 ആണെങ്കിൽ ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ദിസ് ഈസ് ഓൾസോ 150/√3. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഒന്നുകൂടി പറയോ? തീർച്ചയായിട്ടും ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. 275 75 കുറച്ച് എത്ര? 150 അല്ലേ? 150/√3 ആണ്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ കാണുന്ന ചിത്രം കണ്ടോ? ഈ കാണുന്ന ചിത്രം ഇതല്ലേ നമ്മളെ ചിത്രം? ഈ കാണുന്ന ആംഗിൾ 60 ഡിഗ്രി അല്ലേ? ഈ കാണുന്ന ആംഗിൾ 30 ഡിഗ്രി അല്ലേ? 60ക്ക് ഓപ്പോസിറ്റ് എത്ര കിട്ടി? 60ക്ക് ഓപ്പോസിറ്റ് നമുക്ക് എത്ര കിട്ടി? 75 കിട്ടി. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? അതിന് √3, 75/√3. അപ്പോൾ 90ക്ക് ഓപ്പോസിറ്റ് 150/√3 അല്ലേ? നമുക്കറിയാം ഇത് 60 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 120, ഇത് 30. സോ ദിസ് ഈസ് ഓൾസോ 30. അപ്പോൾ എന്താണ്? ഐസോസെലസ് ട്രയാങ്കിളാണ്. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളാണ്. സോ ഇത് 150/√3 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? 150/√3 ആയിരിക്കും. ഇങ്ങനെയാണ് ഈസി ആയിട്ട് കണ്ടുപിടിക്കൽ. വെറും റൈറ്റ് ട്രയാങ്കിൾ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താക്കാം? ഈ കാണുന്ന ചോദ്യം ചെയ്യാം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ സെക്ഷൻ ലോങ് എസ്സേ ക്വസ്റ്റ്യനിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഏകദേശം ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് എന്താക്കാം? ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ ശ്രദ്ധിക്കാം. ഞാൻ പുതിയൊരു സെഷൻ കൂടി ആയിട്ട് വരുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ആ ഒരു സമാധാനമല്ല, മറ്റേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റാത്തതുകൊണ്ട്. സോ തീർച്ചയായിട്ടും നമുക്ക് എന്താക്കാം? ആ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ഫ്രം ദി ഒബ്സർവർ ഡെക്ക് ഓഫ് എ സീ സൈഡ് ബിൽഡിംഗ് 150 മീറ്റർ. ഈ നീളം 150 മീറ്റർ ആണ്. ഹൈ ജിഗ്നസ് ഷീസ് 2 ഫിഷിംഗ് ബോട്ട്സ് ഇൻ ദ ഡിസ്റ്റൻസ്. ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ടു ദി നിയറസ്റ്റ് ബോട്ട് ഈസ് 60 ഡിഗ്രി. ഏറ്റവും അടുത്തുള്ള ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. പിന്നെ ഉള്ളത് 45 ഡിഗ്രി. ഓക്കെ, ഹൗ ഫാർ ഔട്ട് ദ സീ ഈസ് ദ നിയറസ്റ്റ് ബോട്ട്. ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് tan 60 യൂസ് ചെയ്യാം, ഓർ 30:60:90 യൂസ് ചെയ്യാം. 30:60:90. Opposite of 60 is 150. Then what is of opposite of 30? Anybody please comment. 150/√3. വേണമെങ്കിൽ ഇതിനെ 50 × 3/√3 എന്ന് എഴുതാം. സോ വി ക്യാൻ കട്ട് 3 and √3. സോ 50/√3 എന്ന് എഴുതാം. അതിൻ്റെ ക്വസ്റ്റ്യൻ ഉത്തരം 50/√3. ഓക്കെ, now what is the answer of the second? How far apart from the two boats? ഇത് രണ്ടുള്ള ഡിസ്റ്റൻസ് കാണാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഇവിടെ 120 യൂസ് ചെയ്തിട്ട് കാര്യമല്ല. കാരണം എന്താ? ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ അല്ല. അതായത് 45 ആയതുകൊണ്ട് കിട്ടില്ല. ഇവിടെ 60ഉം അതിൻ്റെ നേരെ പകുതിയാണ് ഇവിടെ വന്നതെങ്കിൽ കിട്ടുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് tan 45 യൂസ് ചെയ്യാം. ഇത് x ആണ്, ഇത് y ആണ്. ഓക്കെ, സോ tan 45 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് 150. tan 45 എന്നാൽ ഓപ്പോസിറ്റ് ബൈ ഈ നീളം കിട്ടിയല്ലേ ഓൾറെഡി. ഇത് എത്രയാണ്? 50/√3. 50/√3 ആണ്. 50/√3 + x. I repeat again, tan 45 is equal to opposite 150 by 50/√3 + x ആണ്. 50/√3 + x. അപ്പോൾ tan 40 ആണ് 1 ആണ്. 1 is equal to 150 divided by √3 + x ആണ്. സോ അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 50/√3 + x is equal to 150. 50/√3 + x is equal to 150. സോ x is equal to 150 minus 50/√3. ഇതാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്. ഓക്കെ, 150 minus 50/√3 നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നില്ല. ആക്ച്വലി ഇന്ന് ഞാൻ എടുത്ത ക്ലാസ്സിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിലും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റി. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ നിങ്ങൾക്ക് ഇതിൽ ഞാൻ വെച്ചിട്ടുണ്ട്, സൈഡിൽ വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം. മറ്റേ ക്വസ്റ്റ്യൻ ഞാൻ എന്താക്കി തരാം? ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ളത് പക്ഷേ നമ്മൾ ലാസ്റ്റിലേക്ക് ആൻസർ ചെയ്തു. ഒന്ന് നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ ചിത്രം വരയ്ക്കാൻ നിങ്ങൾ ഇത്ര ആലോചിക്കേണ്ടേ ഉള്ളൂ. ആംഗിൾ ഓഫ് എലവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി കേട്ടോ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ വന്നാൽ തന്ന ആംഗിൾ,
റിയലി സോറി പറഞ്ഞുകൊണ്ട് പുതിയൊരു ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടി ആർജവത്തോടു കൂടി ഉഷാറാക്കി ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൽ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാം. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം Xylem Learning. ബൈ.